Okay, so സയൻസ് പീപ്പിളിൻ്റെ 65ാമത് ലെക്ചർ സീരീസ് ഓഫ് ലെക്ചേഴ്സ് ആണ്. അതിൽ 65ാമത്തെ ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക്കാണ്. അതിനു മുമ്പ് ഞാൻ സയൻസ് പീപ്പിളിനെ കുറിച്ച് 2 വാക്ക് പറയാം. സയൻസ് പീപ്പിൾ എന്നത് ശാസ്ത്രത്തെ നമ്മൾ ഒരു കഥ പോലെ ആളുകൾക്ക്, താല്പര്യമുള്ള ആളുകൾക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ കഴിഞ്ഞ 2 വർഷം മുമ്പ് അല്ലെങ്കിൽ 2.5 വർഷം മുമ്പ് ഡൽഹിയിൽ തുടങ്ങിയ ചെറിയൊരു കൂട്ടായ്മയാണ്. ഇപ്പം നമ്മളുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഈ ഗ്രൂപ്പിൽ ആളുകളുണ്ട്. നമുക്ക് 2 ആഴ്ചയിലൊരിക്കൽ ഇത്തരത്തിലുള്ള ഒരു സീരീസ് ഓഫ് ലെക്ചേഴ്സ് നമ്മൾ ഓർഗനൈസ് ചെയ്യും. അതിൽ പലരും ലൈവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അത് കൂടാതെ നമ്മളിത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതവിടെ കിടക്കുന്നുണ്ട്. അപ്പം ഒട്ടനവധി ആളുകൾ അത് കാണുന്നുണ്ട്. അപ്പം ഒരുപാട് ആളുകളിലേക്ക് ഈ ലെക്ചർ എത്തിച്ചേരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഉദ്ദേശം. ഇന്ന് ഈ ലെക്ചർ പ്രസന്റ് ചെയ്യുന്നത് പ്രേംജിത്ത് ആണ്. ഈ പ്രോഗ്രാമിനെ മോഡറേറ്റ് ചെയ്യുന്നത് അർജുൻ ആണ്. അർജുൻ മദ്രാസ് IIT-യിൽ ഇപ്പം ഫൈബർ ഓപ്റ്റിക്സ്, ഫൈബർ ലേസറുമായി ബന്ധപ്പെട്ടുള്ള റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അർജുനും പ്രേംജിത്തും ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പൊ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം നമുക്ക് ശാസ്ത്രം അറിയുന്ന ആളുകൾ തന്നെ ശാസ്ത്രത്തെ കുറിച്ച് സംസാരിക്കുകയും അത് മോഡറേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് നമുക്ക് മുന്നിലുണ്ട്. അപ്പം ഈ സബ്ജക്റ്റിനെ കുറിച്ച് പറയാനും ഈ സബ്ജക്റ്റ് പ്രസന്റ് ചെയ്യുന്ന പ്രേംജിത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഞാൻ അർജുനെ ക്ഷണിക്കുന്നു. പ്ലീസ് ഡു ദാറ്റ്. താങ്ക് യു അർജുൻ. എല്ലാവർക്കും നമസ്കാരം. അർജുൻ വീഡിയോ ഓൺ ചെയ്യാവോ? യെസ്, ഐ ക്യാൻ സീ യു. റൈറ്റ്, താങ്ക് യു. വീഡിയോ ഓൺ ആണല്ലേ? വീഡിയോ ഓൺ ആണ്, ഓഡിയോ കേൾക്കാം. കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. നാരായണേട്ടന് നന്ദി. ഇന്നത്തെ ടോക്ക് പ്രേംജിത്ത്, ഞങ്ങൾ നാരായണേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങൾ കുസൈറ്റിൽ ഒരുമിച്ചായിരുന്നു. പ്രേംജിത്ത് മലപ്പുറത്തെ തിരൂര് സ്വദേശിയാണ്. ഇപ്പോ യൂണിവേഴ്സിറ്റി ഓഫ് ആംസ്റ്റർഡാമിലെ പ്രശസ്തമായ ക്വാണ്ടം ഗ്യാസസ് ഗ്രൂപ്പിൽ PhD ചെയ്യുന്നു. 3ാം വർഷ വിദ്യാർത്ഥിയാണ്. ആള് ഞാൻ കുറച്ചുകൂടെ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഫോട്ടോണിക്സിൽ മാസ്റ്റേഴ്സ് ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ ഓർമ്മ ശരിയാച്ചാൽ 3-ലധികം ഇന്റേൺഷിപ്പ് പ്രേംജിത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ചെയ്യുന്ന റിസർച്ചിലേക്ക് ഒരു വഴിത്തിരിവായത് ജർമ്മനിയിലെ ടൈം ഫ്രീക്വൻസി ഡിവിഷനിൽ നടത്തിയ ഒരു ഇന്റേൺഷിപ്പ് ചെയ്തിരുന്നു. അതിലുപരി ഗ്രീസിലെ നല്ല യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രീസിലെ ഒരു മാറ്റർ വേവ്സ് ലാബിൽ മാസ്റ്റർ തീസിസ് വർക്ക് ചെയ്തു. പിന്നെ ഇന്നത്തെ വർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്നത്തെ ടോക്കിനെ പറ്റി പറയുകയാണെങ്കിൽ, മനുഷ്യവർഗത്തിന് ടൈം കീപ്പിംഗ് എന്നുള്ളത് കാലകാലമായിട്ട് ആവശ്യമായിരുന്നു. പണ്ട് അത് കൃഷിക്ക് ആവശ്യമാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് അത് നമുക്ക് എന്താ പറയുക, സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഡേ ടു ഡേ ഏത് കാര്യത്തിനും ടൈം എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നത് വലിയൊരു വിഷയമാണ്. അപ്പൊ ആദ്യത്തെ ടൂൾ അത് സൂര്യന്റെ എന്താ പറയാ ചലനം തന്നെയായിരുന്നു. പിന്നെ നമ്മളത് പെൻഡുലം ആക്കി, പിന്നെ കാലക്രമേണ ക്വാർട്സ് ക്രിസ്റ്റലിന്റെ ഓസിലേഷൻസ് ആക്കി. ഇപ്പോൾ അത് എത്തിച്ചേർന്ന് നിൽക്കുന്നത് ആറ്റോമിക് ഓസിലേഷൻസിലാണ്. അപ്പോ ഈ പഠനത്തിന് തന്നെയാണ് 1997 നോബൽ പ്രൈസ് ലഭിച്ചത്. അപ്പൊ എങ്ങനെയാണ് ഒരു ആറ്റത്തിന്റെ ഓസിലേഷൻ നമ്മൾ പഠിക്കുന്നത്, അതിനെങ്ങനെയാണ് നാനോ കെൽവിൻ ടെൻസർ ഉപകാരം വരുന്നത് എന്നൊക്കെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. ആ ഒരു ടോപ്പിക്കിനെ പറ്റി കൂടുതൽ സംസാരിക്കാൻ ഞാൻ പ്രേംജിത്തിനെ ക്ഷണിക്കുന്നു. സ്ക്രീൻ ഷെയർ ചെയ്യുന്നു. സ്ക്രീൻ കാണാനല്ലേ? സ്ക്രീൻ കാണാം. എല്ലാവർക്കും നമസ്കാരം. അവസരം തന്നതിൽ നന്ദി. അപ്പോൾ എൻ്റെ പേര് പ്രേംജിത്ത്. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ആംസ്റ്റർഡാമിലെ PhD സ്റ്റുഡൻ്റ് ആണ്. ഞാൻ അറ്റോമിക് ക്ലോക്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ലേസർ കൂളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ജർമ്മനിയിലെ ടൈം ആൻഡ് ഫ്രീക്വൻസി ലാബ് ഉണ്ട്. നമുക്ക് ഓരോ രാജ്യങ്ങൾക്കും നമ്മുടെ സമയം, നമ്മൾ മൊബൈലിൽ കാണുന്ന സമയം അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കാണുന്ന സമയം, അത് കീപ്പ് ചെയ്യുന്നത് ഓരോ രാജ്യത്തിനും ഓരോ അറ്റോമിക് ക്ലോക്ക് ഡിവിഷൻസ് ഉണ്ട്. ഇതിനെ ടൈം ആൻഡ് ഫ്രീക്വൻസി ഡിപ്പാർട്ട്മെന്റ്സ് എന്നാണ് പറയാം.
അതിൽ ജർമ്മനിയിലെ PTB ഫിസിക്കൽ ലാബ് ഇൻ ജർമ്മനി അവിടെ ടൈം ആൻഡ് ഫ്രീക്വൻസി ഡിവിഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ശരിക്കും എൻ്റെ അറ്റോമിക് ക്ലോക്കുകളുമായിട്ടുള്ള ഫസ്റ്റ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആറ്റംസ് അറ്റ് നാനോ കെൽവിൻ ടെമ്പറേച്ചർ, അതാണ് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന മെയിൻ ടോപ്പിക്. എങ്ങനെ നമുക്ക് ആറ്റംസിനെ കൂൾ ചെയ്ത് നാനോ കെൽവിൻ ടെമ്പറേച്ചറുകളിലേക്ക് എത്തിക്കാം. അപ്പോൾ നാനോ കെൽവിൻ എന്ന് പറയുന്നത് ഒരു SI യൂണിറ്റ് ആണ്. പക്ഷെ നമ്മൾ സാധാരണ നമ്മുടെ ചൂട്, തണുപ്പ്, സമ്മർ, വിന്റർ ടെമ്പറേച്ചർ ഒക്കെ സെൽഷ്യസിലാണ് പറയുക. അപ്പൊ ഞാൻ നാനോ കെൽവിനെ സെൽഷ്യസിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട്. ഇപ്പൊ -273.14999 ആണ് സെൽഷ്യസിൽ നാനോ കെൽവിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ 30 ഡിഗ്രി സെൽഷ്യസിലാണ് ജീവിക്കുന്നതെങ്കിൽ ബോഡി ടെമ്പറേച്ചർ 36 ഡിഗ്രിയിലാണെങ്കിൽ നാനോ കെൽവിൻ എന്ന് പറയുന്നത് -273 ആണ്. അപ്പോൾ നാനോ കെൽവിൻ ടെമ്പറേച്ചറിലുള്ള ആറ്റംസിനെ കൊണ്ടുള്ള മേജർ അപ്ലിക്കേഷൻ ടു സൊസൈറ്റി അറ്റോമിക് ക്ലോക്സ് ആണ്. അപ്പോൾ എത്രത്തോളം നന്നായിട്ട് നമുക്ക് സമയത്തെ ആക്യുറേറ്റ് ആയിട്ടും പ്രിസൈസ് ആയിട്ടും സമയത്തെ മെഷർ ചെയ്യാം എന്നുള്ളതിന് ഒരു നമ്പർ, ഒരു ബോൾ പാർക്ക് നമ്പർ, ഇപ്പോഴത്തെ ബെസ്റ്റ് അല്ല എന്നാലും ക്ലാസിക് ഒരു 2 ഓർഡർ കുറച്ചിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതാണ് സെക്കൻഡ് പ്രിസിഷൻ. അതിലൊരു 15 പൂജ്യം ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കൗണ്ട് ചെയ്തിട്ട്. അപ്പൊ 15.01 അതാണ് നമ്മുടെ സമയം മെഷർ ചെയ്യാനുള്ള നമ്മുടെ പ്രിസിഷൻ. ഇപ്പൊ ലോകത്തിൽ നമുക്ക് മനുഷ്യരാശിക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നന്നായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് സമയം. അപ്പോ അതാണ് ഇന്നത്തെ ടോക്ക്. അപ്പൊ മെയിൻ ആയിട്ട് 2 ഭാഗങ്ങളായിട്ടാണ് ഈ ടോക്കിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എങ്ങനെ നമുക്ക് ആറ്റംസിനെ കൂൾ ചെയ്ത് -273.14 ഡിഗ്രീസിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ നാനോ കെൽവിൻ ടെമ്പറേച്ചറിലേക്ക് എത്തിക്കാം. അതിൽ എന്താണ് ടെമ്പറേച്ചർ, എങ്ങനെയാണ് നമ്മൾ കൂൾ ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുക എന്നൊക്കെ നമ്മൾ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ എങ്ങനെ സമയം മെഷർ ചെയ്യാം, എങ്ങനെ ആറ്റംസ് വെച്ച് സമയം പ്രിസൈസ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും സമയം മെഷർ ചെയ്യുക എന്ന ടോപ്പിക്കിലേക്ക് എത്തിക്കും. ഓക്കെ, ഫസ്റ്റ് പാർട്ട് ഓഫ് ടോക്ക്, കൂളിംഗ് ആറ്റംസ് ടു നാനോ കെൽവിൻ ടെമ്പറേച്ചേഴ്സ്. ഇവിടെ നമുക്ക് ഇടതുഭാഗത്ത് ഒരു പിക്ചർ കാണാം. അത് ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ലാബിൽ ഒരു മൈക്രോ കെൽവിൻ ക്ലൗഡ് ഓഫ് ആറ്റംസ് ആണ്. ക്ലൗഡ് ഓഫ് ആറ്റംസ് ആണ് ആറ്റംസ് എന്നാണ് നമ്മൾ പറയുക. അതിലൊരു ബില്യൺ ആറ്റംസ് ഉണ്ടാവുമായിരിക്കാം ഏകദേശം. പക്ഷെ അവ എല്ലാം ലേസർ വെച്ച് കൂൾ ചെയ്ത് ഒരു ക്ലൗഡ് ആക്കി മാറ്റിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവര് ഒരു ടൈറ്റ് ആയിട്ട് കൺഫൈൻ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ആകാശത്ത് കാണുന്ന ക്ലൗഡ് മാതിരി ആകാശത്ത് ക്ലൗഡ്സ് ഉണ്ട്. അപ്പോൾ ആ ക്ലൗഡ്സിന് ആ ഭാഗത്ത് ഡെൻസിറ്റി ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് കൂടുതലായിരിക്കും. അപ്പൊ ക്ലൗഡ് എന്നാണ് ഇവിടുത്തെ ഡെഫിനിഷൻ. ഓക്കെ, എന്താണ് ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ എന്താണ്? അപ്പൊ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കോളേജിലേക്ക് എത്തുമ്പോൾ പഠിക്കുന്നുണ്ട്, മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എനർജിയാണ്. ഇപ്പോ ഒരു നമ്മളിവിടെ ആറ്റംസിനെ പറ്റിയിട്ടാണ് പറയുന്നത്, ഗ്യാഷ്യസ് ആറ്റംസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു റൂം ടെമ്പറേച്ചറിൽ, ലെഫ്റ്റ് സൈഡിൽ റൂം ടെമ്പറേച്ചറിലുള്ള ആറ്റംസിന്റെ ഒരു എനർജി ഡിസ്ട്രിബ്യൂഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇത്ര ടെമ്പറേച്ചർ ഉള്ള ആറ്റംസിന് ഒരു ആവറേജ് വെലോസിറ്റി ഉണ്ടാവും, എന്നിട്ട് അതിനൊരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പെട്ടിയിൽ ഒരു 1000 ആറ്റംസിനെ ഇട്ടു, അല്ലെങ്കിൽ 1000 പാർട്ടിക്കിൾസിന് ഇട്ടു, എന്ത് പാർട്ടിക്കിൾ ആയിക്കോട്ടെ. അതിന് മാസ് m ഉണ്ട്, അത് റൂം ടെമ്പറേച്ചറിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഏകദേശം 300 കെൽവിനിലാണ് ഇരിക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിൽ നിന്ന് ഒരു പാർട്ടിക്കിളിനെ എടുത്തു, എന്നിട്ട് അതിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്തു, എന്ന് പറഞ്ഞാൽ വെലോസിറ്റി മെഷർ ചെയ്തു, എത്രയാണ് അതിന്റെ സ്പീഡ് എന്ന് മെഷർ ചെയ്തു. അപ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും. അങ്ങനെ ഞാൻ 1000 പാർട്ടിക്കിൾസിനെ എടുത്തു, ഓരോന്നായി മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഈ 1000 പാർട്ടിക്കിൾസിൽ മോസ്റ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഒരു ആവറേജ് സ്പീഡ് കാണിക്കും. അതാണ് ആവറേജ് വെലോസിറ്റി. ഇപ്പൊ ടെമ്പറേച്ചർ ഇസ് ടൈറ്റ്ലി റിലേറ്റഡ് ടു എ വെലോസിറ്റി ഓഫ് ആറ്റംസ്. സോ അതിന് നമുക്ക് തിരിച്ചു കാണാൻ പറ്റുന്നത് കൈനറ്റിക് എനർജി ആയിട്ടാണ്.
ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഇപ്പോൾ 100 ഡിഗ്രിയിലിരിക്കുന്ന അല്ലെങ്കിൽ 400 കെൽവിനിലിരിക്കുന്ന ആറ്റംസിന് ഉള്ള വെലോസിറ്റി ആയിരിക്കില്ല 200 കെൽവിനിലിരിക്കുന്ന ആറ്റംസിന് ഉണ്ടാവുക. വെലോസിറ്റി സ്വാഭാവികമായിട്ട് കുറയും. കാരണം കൈനറ്റിക് എനർജി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കൂടുകയാണ് ചെയ്യുക. ഇവിടെ നമ്മൾ പല ഗ്യാസസിനുള്ള ടെമ്പറേച്ചർ ഓർ വെലോസിറ്റി വേഴ്സസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹീലിയം, നിയോൺ, ആർഗൺ, സെനൺ നോബൽ ഗ്യാസ് വിഭാഗത്തിൽപ്പെട്ട പീരിയോഡിക് ടേബിൾ നോബൽ ഗ്യാസ് വിഭാഗത്തിൽപ്പെട്ട ആറ്റംസ് ആണ് അവർ. ഹീലിയം ലൈറ്റ് ആണ്, പിന്നെ മാസ് കൂടി സെനണിലേക്ക് മാസ് കൂടുകയാണ്. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ഈ ആറ്റംസിൽ സെനോൺ ഹെവി ആയതുകൊണ്ട് അതിന് ഇവയ്ക്കെല്ലാം ഒരേ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ കൂടി അതിന്റെ വെലോസിറ്റി കുറവായിരിക്കും. കാരണം കൈനറ്റിക് എനർജി mv² ആണ്, മാസിനോട് റിലേറ്റഡ് ആണ്. അപ്പൊ സെനണിനായിരിക്കും ഏറ്റവും കുറവ് വെലോസിറ്റി ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ്, ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന വേഗതയാണ് ടെമ്പറേച്ചർ. ഇപ്പൊ ഞാൻ റൂം ടെമ്പറേച്ചറിൽ നിന്ന് ഒരു ഫ്രിഡ്ജിലേക്ക് ഒരു ആറ്റത്തിനെ എടുത്ത് വെക്കുമ്പോൾ ആ ഫ്രിഡ്ജിലെ ഗ്യാസുമായി കൊളൈഡ് ചെയ്ത് ഈ ആറ്റത്തിന്റെ ടെമ്പറേച്ചർ കുറയുന്നു. അപ്പൊ അതിന്റെ സ്പീഡാണ് കുറയുന്നത്. സ്പീഡാണ് ടെമ്പറേച്ചർ. അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള ടെർമിനോളജിയിൽ എങ്ങനെ നാനോ കെൽവിനിലേക്ക് എത്തിക്കുക എന്നുള്ളതിന് പറയുന്നതിന് മുമ്പ് എന്താണ് നാനോ കെൽവിൻ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്ലോ ആറ്റംസ്. അതാണ് നാനോ കെൽവിൻ. ആറ്റംസ് ആർ വെരി സ്ലോ ഇൻ നാനോ കെൽവിൻ. അതാണ് ഫസ്റ്റ് പിക്ചർ. ടെമ്പറേച്ചർ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യുന്നു എന്ന് നോക്കുകയാണെന്ന് വെച്ചാൽ വി ആർ മെഷറിംഗ് ദ സ്പീഡ് ഓഫ് ആറ്റംസ് ഹിയർ. അപ്പോ അങ്ങനെ ടെമ്പറേച്ചർ കുറഞ്ഞു വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേം എന്ന് പറയുന്നത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് ഓരോ പാർട്ടിക്കിളിനും ഒരു പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, വേവ് നേച്ചറും ഉണ്ട്. അപ്പൊ നമ്മൾ വേവ് നേച്ചറിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ അതിനൊരു വേവ് ലെങ്ത് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ പാർട്ടിക്കിളിനും. ഈ വേവ് ലെങ്ത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്, വേവ് ലെങ്ത് പറയുമ്പോൾ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ മൊമെന്റ് ആണ്. ഇവിടെ മൊമെന്റം എന്ന് പറയുന്നത് മാസ് ടൈംസ് വെലോസിറ്റി ആണ്. അപ്പൊ പിന്നെയും നമ്മൾ വെലോസിറ്റിയിലേക്ക് എത്തി. വെലോസിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. അപ്പൊ ടെമ്പറേച്ചർ കുറവാകുമ്പോൾ വെലോസിറ്റി കുറയും. വെലോസിറ്റി കുറയുമ്പോൾ വേവ് ലെങ്ത് കൂടും. അപ്പൊ പാർട്ടിക്കിളിന്റെ വേവ് ലെങ്ത് കൂടി വരും. ഈ വേവ് ലെങ്ത് നമ്മൾ മനുഷ്യന്മാർക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു റെജീമിലേക്ക്, ഇപ്പൊ ടെക്നോളജി അനുവദിക്കുന്ന റെജീമിലേക്ക് എത്തും ലോ ടെമ്പറേച്ചറിൽ. അപ്പൊ നമ്മൾ പാർട്ടിക്കിൾസിനെ ഒരു സ്ഫെറിക്കൽ ബോൾസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന പകരം നമ്മൾ വേവ്സ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. ഫിസിക്സ് ഇസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ വേവ് നേച്ചർ ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് ലോ ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ, വെലോസിറ്റി, വേവ് ലെങ്ത്, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ഓക്കെ, എങ്ങനെയാണ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് അറ്റ് ലോ ടെമ്പറേച്ചർ വേവ്സ് ആയിട്ട് ബിഹേവ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റുക? ഇപ്പോൾ ഫിസിക്സിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട് വേവ് ഒപ്റ്റിക്സും റേ ഒപ്റ്റിക്സും. ലൈറ്റ് വേവ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഫിനോമിനയാണ് ഇന്റർഫിയറൻസും ഡൈഫ്രാക്ഷനും. ഒരു സോപ്പിന്റെ ഫിലിമിൽ നിന്ന് സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഒരു എയർ ബബിളിൽ പല നിറങ്ങൾ കാണുന്ന മാതിരി നമ്മൾ പാർട്ടിക്കിൾസിനെ, ഇലക്ട്രോൺസിനെ ഒരു മെറ്റലിലൂടെ കടത്തിവിടുമ്പോൾ അത് ഇന്റർഫിയർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഇന്റർഫിയറൻസ് അതിന്റെ വേവ് ലെങ്ത്തുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിന്റെ വെലോസിറ്റി, പാർട്ടിക്കിളിന്റെ വെലോസിറ്റി, ടെമ്പറേച്ചർ, വേവ് ലെങ്ത് ആണ് അതിന്റെ ഇന്റർഫിയറൻസ് പാറ്റേണിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇന്റർഫിയറൻസ് പാറ്റേൺ ഓരോ പാർട്ടിക്കിളിനും ഓരോ പാർട്ടിക്കിൾ ആയിട്ട് ഒരു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിലൂടെ കടത്തിവിടുമ്പോഴുള്ള സിമുലേഷൻ ആണ് ഇവിടെ കാണുന്നത്. ഇത് എക്സ്പെരിമെന്റലി ഇലക്ട്രോൺ ബീം വെച്ചിട്ട് ചെയ്യുന്ന പല വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഭയങ്കര ഫേമസ് ആണ്. ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മൾ കടത്തി വിട്ടിട്ട് അത് എവിടെ എത്തിപ്പെടുന്നു എന്ന് നമ്മൾ മെഷർ ചെയ്യും. അറ്റ് ദ എൻഡ് നമ്മൾ ഒരു ഇന്റർഫിയറൻസ് പാറ്റേൺ കാണും. ആ ഇന്റർഫിയറൻസ് പാറ്റേൺ നമുക്കൊരു വേവ് ലെങ്ത് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ നമ്മള് പാർട്ടിക്കിൾസ് വേവ് ആണെന്ന് പറയുന്നത്. അപ്പോ തുടക്കത്തിൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള പിക്ചറിൽ നമ്മൾ തുടക്കത്തിൽ പാർട്ടിക്കിൾസ് ഒരു സ്ഫെറിക്കൽ ബോൾ ഒരു സ്ഫെറിക്കൽ ബോളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അവ കൊളൈഡ് ചെയ്യുന്നു. ഇൻഎലാസ്റ്റിക് കൊളീഷൻസ് ഉണ്ടാവാം, എലാസ്റ്റിക് കൊളീഷൻസ് ഉണ്ടാവാം. പലവിധ ഡൈനാമിക്സും
അതിൽ നടക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഈ പാർട്ടിക്കിൾസിനെ കൂൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ കുറയുന്നു, വെലോസിറ്റി കുറയുന്നു, വേവ് ലെങ്ത് കൂടുന്നു. വേവ് ലെങ്ത് കൂടി കൂടി ഒരു പാർട്ടിക്കിളിനും മറ്റേ പാർട്ടിക്കിളിനുള്ള വേവ് ലെങ്ത് സിമിലർ ആയി വരുന്നു. അപ്പൊ അവര് വേവ് ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ ഒരു പാർട്ടിക്കിൾ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് വേവ്സ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പൊ ആ പാർട്ടിക്കിൾ ഇസ് ഡീലോക്കലൈസ്ഡ് ഓവർ ദിസ് വേവ്. ഈ പാർട്ടിക്കിളിനെ ഈ വേവിന്റെ പല ഭാഗത്തും മെഷർ ചെയ്ത് ഉണ്ടോ എന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോബബിലിറ്റി ആണ്. പാർട്ടിക്കിളിനെ കണ്ടുപിടിക്കാനുള്ള മാക്സിമം പ്രോബബിലിറ്റി ഒരു സ്ഥലത്തും മിനിമം പ്രോബബിലിറ്റി വേറെ സ്ഥലത്തും. അങ്ങനെ ഈ വേവ് നേച്ചർ നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് വരുമ്പോൾ ഈ വേവ് നേച്ചറും പാർട്ടിക്കിൾസിന്റെ മീൻ ഫ്രീ പാത്ത്, ഒരു പാർട്ടിക്കിളിന് അടുത്ത പാർട്ടിക്കിളിനെ കണ്ടുമുട്ടാനുള്ള സമയം അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, അത് കുറഞ്ഞു വരുമ്പോൾ ഉള്ള ഒരു ഫേസ് ട്രാൻസിഷൻ ആണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ. പക്ഷെ നമ്മൾ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷനിലേക്ക് പോകുന്നില്ല. പക്ഷെ അതിന് മുമ്പുള്ള നാനോ കെൽവിൻ ടെമ്പറേച്ചർ കൂളിംഗിലേക്കാണ് കിടക്കുന്നത്. ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ്. പാർട്ടിക്കിൾസിന് വെലോസിറ്റി ഉണ്ട്, അപ്പൊ ഓരോ ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടെമ്പറേച്ചർ കുറയുമ്പോൾ അതിന്റെ വേവ് നേച്ചർ പ്രോമിനന്റ് ആയി വരും. നമ്മൾ വീണ്ടും ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവരികയാണെങ്കിൽ ആ വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യും. കാരണം ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് വെലോസിറ്റിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ വെലോസിറ്റി കുറയുമ്പോൾ വേവ് ലെങ്ത് കൂടി വരും. അങ്ങനെ അറ്റ് ദ എൻഡ് ടി ഈക്വൽ ടു 0 എന്ന് പറയുന്നത്, അബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത് ഒരു തിയറട്ടിക്കൽ പെർസ്പെക്റ്റീവ് ആണ്. പക്ഷെ അറ്റ് ലോ ടെമ്പറേച്ചർ ബിലോ ദ ഫേസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഈ വേവ്സ് ആർ ബിക്കമിങ് ഇൻഡിസ്റ്റിങ്വിഷബിൾ. പറയുമ്പോൾ ഒരു സെറ്റ് ഓഫ് വേവ്സ് ആണ്. അതിൽ നമുക്കൊരു പെർട്ടിക്കുലർ ആറ്റംസിനെ ഒരു വേവ് ലെങ്ത്തുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും എന്നല്ലാണ്ട് ആ പർട്ടിക്കുലർ ആറ്റം എവിടെയാണ് അവിടെ എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഓൾവേസ് ഡീലോക്കലൈസ്ഡ് ഓവർ ദിസ് വേവ് ലെങ്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടെമ്പറേച്ചറിനെ പറ്റി ഒരു ക്ലാരിറ്റി എത്തിയ സ്ഥിതിക്ക് നമുക്ക് ലേസറിലേക്ക് പോവാം. ഇപ്പോൾ ലോ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫ്രിഡ്ജ് ആണ് നമ്മൾ വീട്ടിൽ നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ലാബുകളിലാണെങ്കിൽ സാധാരണ കെമിസ്ട്രി ബയോളജി ഡിപ്പാർട്ട്മെന്റുകളിൽ നമ്മൾ ലിക്വിഡ് നൈട്രജനോ ലിക്വിഡ് ഹീലിയമോ ഉപയോഗിക്കും. ലിക്വിഡ് നൈട്രജൻ നമുക്ക് -70 കെൽവിനിലേക്കാണ് ലിക്വിഡ് നൈട്രജൻ നമുക്ക് കൂൾ ചെയ്യാൻ അനുവദിക്കുന്നത്. ഹീലിയം ആകുമ്പോൾ നമുക്കൊരു 4 കെൽവിൻ വരെ കൂൾ ചെയ്യാം. പിന്നെ ഡൈലൂഷൻ റെഫ്രിജറേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് ഒരു ഫ്യൂ 100 മില്ലി കെൽവിനിലേക്ക് കൂൾ ചെയ്ത് വെക്കാം ഹീലിയം ക്രയോസ്റ്റാറ്റ്സ് വെച്ചിട്ട്. പക്ഷെ നമ്മൾ ആറ്റംസിന്റെ നാനോ കെൽവിൻ എന്ന് പറയുമ്പോൾ കെൽവിൻ ടു നാനോ കെൽവിൻ ഒരു 9 ഓർഡേഴ്സ് ഓഫ് ഡിഫറൻസ് ഉണ്ട് ഇൻ നമ്പർ. ഒരു 9 പൂജ്യത്തിന്റെ വ്യത്യാസമുണ്ട്. അത്രയും ലോവർ ടെമ്പറേച്ചർ നമ്മൾ എങ്ങനെ എത്തുന്നു എന്നുള്ളതിന് ഉത്തരമാണ് ലേസർ കൂളിംഗ്. ലേസർ കൂളിംഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ആറ്റംസിനെ ഇത്രയും ലോവർ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ ലേസർ എന്താണ്, ഒരു നോർമൽ ലാമ്പ്, വീട്ടിലുള്ള ഒരു ഇൻകാൻഡസെന്റ് ലാമ്പ് എന്താണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലാമ്പ് എന്ന് പറയുമ്പോൾ ഒരു 360 ഡിഗ്രി ഡയറക്ഷനിലുള്ള എമിഷൻ ഓഫ് ലൈറ്റ് ആണ്. ലേസർ എന്ന് പറഞ്ഞാൽ വെരി നാരോ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ഡയറക്ഷണൽ ആയിട്ട് പോകുന്ന ഒരു ലൈറ്റ് ബീം ആണ് ലേസർ. ഒരു കൊഹിയറന്റ് വേർഷൻ ഓഫ് ലൈറ്റ് ആണ് നമുക്ക് ലേസറിൽ നിന്ന് കിട്ടുന്നത്. ലേസറിന്റെ യുണീക് പ്രോപ്പബിലിറ്റി കൊഹിയറൻസ് തന്നെയാണ്. ഇന്റർഫിയർ ചെയ്യാനും ഡൈഫ്രാക്ട് ചെയ്യാനുമുള്ള കേപ്പബിലിറ്റി, അതാണ് ലേസറിന്റെ യുണീക് പ്രോപ്പർട്ടി. ഡയറക്ഷണൽ ആയിട്ടുള്ള പ്രൊപ്പഗേഷൻ, ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൈനിൽ സഞ്ചരിക്കുന്ന, ഒരു റേ ആയിട്ടൊരു ലൈനിൽ സഞ്ചരിക്കുന്ന പ്രോപ്പർട്ടി. പിന്നെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കുറവാണ്, അതിലേക്ക് നമുക്ക് എത്തിപ്പെടാം. അപ്പൊ ഈ പ്രോപ്പർട്ടീസ് ഉള്ള ഈ ഒരു ലേസർ, ഒരു ലൈറ്റ് സോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ആറ്റംസിനെ കൂൾ ചെയ്ത് നാനോ കെൽവിൻ ടെമ്പറേച്ചറിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ഡയറക്ഷണാലിറ്റി, ഇതൊരു സോഡിയം ലേസർ സ്റ്റാർഗൈറ്റ് പ്രൊജക്ട് ആണ്. ടെലിസ്കോപ്സിന് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോഡിയം വേവ് ലെങ്ത് ലേസർ ഉണ്ടാക്കിയിട്ട്, അപ്പൊ അതിന്റെ ഡയറക്ഷണാലിറ്റി നമ്മൾ കാണുന്നുണ്ട്. സ്പേസിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് പോകുന്നത്. നേരെ മറിച്ച് നമ്മൾ ആറ്റംസിന് ലാംപ്സ് യൂസ് ചെയ്യുകയാണ് വെച്ചാൽ അത് 360 ഡിഗ്രി എമിഷൻ ആയിരിക്കും. ഒരു റൂമിൽ ലാമ്പ് കത്തിക്കുമ്പോൾ ആ റൂം മുഴുവൻ ലൈറ്റഡ് ആയിരിക്കും. റൂമിലേക്ക് ഒരു ലേസർ വെച്ചിട്ട് അടിക്കുമ്പോൾ റൂമിന്റെ ഒരു ഭാഗത്ത് മാത്രമേ ആ എമിഷൻ കാണുള്ളൂ. ഓക്കെ, അപ്പൊ ലേസർ ടെമ്പറേച്ചർ എന്താന്ന് പറഞ്ഞു, ലേസർ എന്താന്ന് പറഞ്ഞു, ലേസറിന്റെ പ്രോപ്പർട്ടീസ് എന്താന്ന് പറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ആറ്റംസിലേക്ക് പോവാം. പീരിയോഡിക് ടേബിളിൽ നമുക്ക് ഒരുപാട് ആറ്റംസിന്റെ ഒരു ലിസ്റ്റ് ആണ് പീരിയോഡിക് ടേബിൾ അല്ലെ. അപ്പൊ ഇതിൽ ഞാൻ റെഡ് കളറിൽ മാർക്ക് ചെയ്ത ആറ്റംസ്
ഒക്കെ ലേസർ കൂളിംഗ് വെച്ച് കൂൾ ചെയ്ത ആറ്റംസ് ആണ്. അപ്പോൾ ഈ നമ്പർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ കൊല്ലവും ആൾക്കാർ ഓരോ പുതിയ ആറ്റംസിനെ ലേസർ കൂൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മെയിൻ ആയിട്ട് ലേസർ കൂളിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഗ്രൂപ്പ് 1 അല്ലെങ്കിൽ ആൽക്കലി ആറ്റംസ് വെച്ചിട്ടാണ്. എന്നിട്ട് പിന്നീട് ഗ്രൂപ്പ് 2 alkaline earth, lanthanides, transition, period 3 noble gases, all of them are laser cooled by now. ഇതിൽ ഓരോ ആറ്റത്തിനെയും ലേസർ കൂൾ ചെയ്യുന്നതിന് ഒരു ആപ്ലിക്കേഷൻ ഓറിയന്റേഷൻ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഫണ്ടമെന്റൽ ഫിസിക്സ് ലൈക്ക് സ്റ്റഡിയിങ് BC ഫിസിക്സ്, സൂപ്പർ ഫ്ലൂയിഡ് ഫിസിക്സ്, അല്ലെങ്കിൽ അറ്റോമിക് ക്ലോക്സ്, അല്ലെങ്കിൽ ആറ്റം ഇന്റർഫെറോമീറ്റേഴ്സ്, അല്ലെങ്കിൽ പ്രിസിഷൻ മെഷർമെന്റ് ഓഫ് ഫണ്ടമെന്റൽ കോൺസ്റ്റൻസ് ലൈക്ക് ഡാർക്ക് മാറ്റർ ഡിറ്റക്ഷൻ. അങ്ങനെ പല യൂസസ് ആണ് പല ഗ്രൂപ്പിലുള്ള എലമെന്റ്സിനുള്ളത്. ഓരോ ആറ്റംസിനും ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ഒരു സ്പെസിഫിക് സ്റ്റഡി നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എല്ലാത്തിനും നമുക്ക് അൾട്രാകോൾഡ് ടെമ്പറേച്ചറിലേക്ക് എത്തണം. ഓക്കെ, ഇപ്പോ എന്താണ് ആറ്റം? അറ്റോമിക് സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, പാർട്ടിക്കിൾസ്, ഇലക്ട്രോൺസ്, ന്യൂട്രോൺസ്, പ്രോട്ടോൺസ്. ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും ഇലക്ട്രോൺസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. നമ്മൾ സ്കൂളിൽ പല പല മോഡൽസ് പഠിച്ച അവസാനം നമ്മൾ ഒരു ബോർ മോഡലിലേക്കോ അല്ലെങ്കിൽ ഒരു ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, കോളേജിലൊക്കെ എത്തുമ്പോൾ ഒരു ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഒക്കെ സോൾവ് ചെയ്തിട്ട് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഐഡിയയിലേക്കൊക്കെ എത്തിപ്പെടും. പക്ഷെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺ അറൌണ്ട് എ ന്യൂക്ലിയസ് ആണ് നമുക്ക് ഇവിടെ ലേസർ കൂളിങ്ങിന് വേണ്ട അറ്റോമിക് പിക്ചർ. ഓക്കെ, അപ്പോ നമ്മളൊരു ഓർബിറ്റൽ പിക്ചർ എടുക്കുകയാണെന്ന് വെച്ചാൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും ഇപ്പോൾ ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ സിംഗിൾ ഇലക്ട്രോൺ ഉണ്ട്. ഈ സിംഗിൾ ഇലക്ട്രോൺ S ഓർബിറ്റലിലാണ് ഇരിക്കുക. S ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഫിയറിന്റെ ഷേപ്പിലാണ്. ഇപ്പൊ P ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ ഡംബൽ ലൈക്ക് ഒരു ഡോണറ്റ് ഷേപ്ഡ് ഓർബിറ്റലാണ്, അല്ലെങ്കിൽ D എന്ന് പറയുമ്പോൾ ഡംബൽ ഷേപ്ഡ് ആണ്. ഇതൊക്കെ ഹൈ എനർജി എക്സൈറ്റഡ് ഓർബിറ്റൽസ് ആണ് ഫോർ ഹൈഡ്രജൻ ആറ്റം ആൻഡ് ഇറ്റ്സ് ഇലക്ട്രോൺ. നമ്മൾ സാധാരണ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് എടുത്തു കഴിഞ്ഞാൽ അത് S ഓർബിറ്റലിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. റൈറ്റ് സൈഡിൽ ഒരു സിമുലേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദിസ് ഇലക്ട്രോൺ, അതാണ് ഈ ഓർബിറ്റൽ എന്ന് പറയുന്നത്. ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 10,000 പ്രാവശ്യം അല്ലെങ്കിൽ 1,00,000 പ്രാവശ്യം നമ്മൾ ഈ ഇലക്ട്രോണിന്റെ പൊസിഷൻ മെഷർ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ വിത്ത് ആൻ അൺസർട്ടനിറ്റി ഡിഫൈൻഡ് ബൈ ദ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഈ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലായിരിക്കും ഈ ചില ഭാഗങ്ങളിൽ. അതാണ് ഈ ഓർബിറ്റൽ അല്ലെങ്കിൽ വേവ് ഫംഗ്ഷൻ ഓഫ് ഇലക്ട്രോൺ അറൌണ്ട് എ ന്യൂക്ലിയസ് എന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ആറ്റംസ് ഉണ്ട്. ആറ്റംസിനെ കൂൾ ചെയ്യാൻ പീരിയോഡിക് ടേബിൾ ഒരുപാട് എലമെന്റ്സിനെ നമ്മൾ കൂൾ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ലേസർ കൂൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ആറ്റംസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ് ഒരു ന്യൂക്ലിയസിന്റെ ചുറ്റും. ഓക്കെ, അപ്പോ ആറ്റം എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ ആണ്. സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്, മോസ്റ്റ് ഓഫ് ദം ആർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ആറ്റംസ്. മോളിക്യൂൾസ് ആർ മെയ്ഡ് ഡ്യൂ ടു ദ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഡിഫറെന്റ് ആറ്റംസ്. So oxygen 2, hydrogen 2 അല്ലെങ്കിൽ nitrogen 2 ആണ് വെരി ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ അല്ലേ. ഇപ്പോൾ ഈ ആറ്റംസിന് ഒരു സ്പീഡ് ഉണ്ട്, ഒരു ആംഗുലർ മൊമെന്റം ഉണ്ട്, ഒരു എനർജി ഉണ്ട്, ഒരു സൈസ് ഉണ്ട്. മോസ്റ്റ് ഓഫ് ദിസ് ഇസ് ഡിഫൈൻഡ് ബൈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ വെച്ച് തുടങ്ങാം. ഏറ്റവും സിമ്പിൾ ആറ്റം, ഏറ്റവും നന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആറ്റം ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ നമ്മൾ +2 പഠിക്കുന്നുണ്ട്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഒരു ഇലക്ട്രോൺ ആണ് ഹൈഡ്രജൻ ആറ്റത്തിന് ചുറ്റുമുള്ളത്. അതിന് ഈ ഇലക്ട്രോണെ നമുക്ക് എക്സൈറ്റ് ചെയ്ത് എനർജി ലെവൽസ് ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ സൈഡിൽ ഒരു ഇക്വേഷൻ ഇട്ടിട്ടുണ്ട്. അത് ഈ ആറ്റത്തിന്റെ എക്സൈറ്റേഷൻ സ്പെക്ട്ര ഡിഫൈൻ ചെയ്യുന്ന ഇക്വേഷൻ ആണ്. ഇപ്പൊ N എന്ന് പറയുന്നത് ഓർബിറ്റൽ നമ്പർ ആണ്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. ഇപ്പൊ നമ്മൾ റൈറ്റ് സൈഡിൽ അതിന്റെ ഒരു വിക്കിപീഡിയ ലിസ്റ്റ് ആണ് ട്രാൻസിഷൻസിന്റെ. N = 2 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് ഈ ഹൈഡ്രജൻ ആറ്റത്തിന് ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ 121 നാനോമീറ്റർ എനർജി കൊടുക്കണം, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അതൊരു ഒപ്റ്റിക്കൽ ഫോട്ടോൺ ആണ് ഈ വേവ് ലെങ്ത്തിൽ. എന്ന് പറഞ്ഞാൽ അതൊരു ലേസർ റേഡിയേഷൻ ആയിരിക്കും ഈ വേവ് ലെങ്ത്തിൽ. നമ്മൾ ഈ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി ഈ ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോണിന് കൊടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് N = 2 പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ സ്റ്റേറ്റിലേക്ക് എക്സൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ ആറ്റംസ് ഉണ്ട്, അതിന് ഇലക്ട്രോൺസ് ഉണ്ട്. അതിൽ പർട്ടിക്കുലർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ എനർജി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇലക്ട്രോൺസിനെ എക്സൈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ
ഇപ്പൊ സ്ട്രോങ്ഷ്യം എന്ന് പറയുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് ലൈക്ക് 38 ഇലക്ട്രോൺസ് ഉള്ള ഒരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് ഏറ്റവും അടുത്തുള്ള നോബിൾ ഗ്യാസ് ആർഗൺ ആണ്. ആർഗൺ പ്ലസ് 2 ഇലക്ട്രോൺസ് ഇൻ എ പർട്ടിക്കുലർ എസ് ഓർബിറ്റിലാണ് സ്ട്രോങ്ഷ്യം. അപ്പൊ നമ്മൾ ഈ വാലൻസ് ഇലക്ട്രോണിനെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. കാരണം ഈ വാലൻസ് ഇലക്ട്രോൺസ് ആണ് നമുക്ക് ലൈക്ക് നമ്മൾ സംസാരിക്കുന്ന എനർജി സ്കെയിലിൽ ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റഡ് ആവുന്നത്. ഓക്കെ, അപ്പോ ഇതിനൊരു എക്സാമ്പിൾ വാലൻസ് ഇലക്ട്രോൺസിന്റെ ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നിയോൺ ലാമ്പ് ആണ്. നമ്മൾ നിയോൺ ലാമ്പ് പല അഡ്വർടൈസ്മെന്റ്സിലും നിയോൺ ലാമ്പ് കണ്ടിട്ടുണ്ടാവും. ഈ അക്ഷരങ്ങളൊക്കെ ലൈക്ക് ലാമ്പ് വെച്ച് എഴുതുന്ന മാതിരി. ഇത് ചുവന്ന വെളിച്ചം പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാമ്പാണ് നിയോൺ. നിയോൺ ലൈക്ക് ചുവപ്പ് കളറിലുള്ള പ്രകാശം ഉണ്ടാക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിയോണിന് ഒരു എനർജി ഡിഫറൻസ് ഉണ്ട്. ആ എനർജി ഡിഫറൻസിൽ നിയോൺ ആറ്റംസ് ഫോട്ടോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് റെഡ് കളറിലാണ്. അതുകൊണ്ടാണ് നമ്മൾ റെഡ് കളർ കാണുന്നത്. നമ്മൾ കളറിന്റെ പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഒരു മെറ്റൽ കോപ്പർ ബ്രൗൺ കളറാണ്. കോപ്പർ ബ്രൗൺ കളർ ആവാൻ കാരണം കോപ്പറിലേക്ക് നമ്മൾ വൈറ്റ് പ്രകാശം കൊടുക്കുമ്പോൾ കോപ്പർ ഒരുപാട് കളറുകൾ അബ്സോർബ് ചെയ്യും, പക്ഷെ ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്തിൽ അത് അബ്സോർബ് ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ കോപ്പറിനെ ബ്രൗൺ കളറായിട്ട് കാണുന്നത്. അപ്പോൾ അതിന്റെ കോപ്പറിന്റെ ബ്രൗൺ കളർ കോപ്പറിന് കിട്ടാൻ കാരണം കോപ്പറിന്റെ വാലൻസ് ഇലക്ട്രോൺസിന്റെ പ്രോപ്പർട്ടീസ് ആണ്. അത് ഏത് പ്രകാശത്തിൽ അബ്സോർബ് ചെയ്യും, ഏത് പ്രകാശത്തിൽ അബ്സോർബ് ചെയ്യില്ല എന്ന് ആണ് ലൈക്ക് കോപ്പറിന്റെ കളർ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആറ്റംസ് ഉണ്ട്, ആറ്റംസിന് എനർജി ലെവൽസ് ഉണ്ട്. ഈ എനർജി ലെവൽസിൽ ഇലക്ട്രോൺസിന് നമുക്ക് എക്സൈറ്റ് ചെയ്യാൻ പറ്റും. വാലൻസ് ഇലക്ട്രോൺസിന് കറക്റ്റ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഈ വാലൻസ് ഇലക്ട്രോൺസ് ഓർബിറ്റൽസ് ജമ്പ് ചെയ്തിട്ട് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോ നമ്മൾ ലേസറിനെ പറ്റി പറഞ്ഞു, ആറ്റംസിനെ പറ്റി പറഞ്ഞു. ഇനി ഇത് രണ്ടും കൂടി ഒപ്പം നമുക്ക് കൊണ്ടുവരാം. അപ്പൊ നമുക്ക് ഫോട്ടോൺസ് ഉണ്ട്, ആറ്റംസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരു ആറ്റത്തിന് റൂം ടെമ്പറേച്ചറിൽ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇലക്ട്രോൺ മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് ഷുഡ് ബി ഇൻ ദ ലോവസ്റ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. അത് എസ് ഓർബിറ്റലിലായിരിക്കും. നമ്മൾ കറക്റ്റ് എനർജി കൊടുക്കുകയാണെങ്കിൽ ഈ ഇലക്ട്രോൺ എക്സൈറ്റഡ് ആയി ഒരു പിഒ ഡിഒ എഫ് ഓർബിറ്റലിലേക്ക് പോകും. ആംഗുലർ മൊമെന്റം കൺസർവേഷനും സെലക്ഷൻ റൂൾസും ഉണ്ട്. അപ്പോൾ ഒരു ആറ്റം ഒരു ഫോട്ടോണിനെ അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അതൊരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ മാത്രമേ നടക്കുള്ളൂ. കാരണം ഇതിനൊരു ഗ്യാപ്ഡ് എനർജി സ്പെക്ട്രം ആണ്. ഇപ്പൊ നേരത്തെ നമ്മൾ ഹൈഡ്രജനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ ഈ ഹൈഡ്രജന് ഈ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ഫ്രീക്വൻസി മാത്രമേ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ ഇടയിൽ 121.56.701ന്റെയും 57ന്റെയും ഇടയിലുള്ള ഒരു നമ്പർ അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് അബ്സോർബ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ നമ്മളൊരു ആറ്റം ഒരു ഫോട്ടോണിനെ അബ്സോർബ് ചെയ്യാണ്. അപ്പൊ നമ്മളൊരു പാർട്ടിക്കിൾ കൊളീഷൻ ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യേണ്ടത്. ഇൻ മോസ്റ്റ് സിമ്പിൾ പിക്ചർ, when an atom is hit by a photon, it reduces energy or it gets energy in the direction of photon. അതാണ് മോസ്റ്റ് സിമ്പിൾ പിക്ചർ. ഇപ്പൊ ഇവിടെ നമുക്ക് ഈ പിക്ചറിൽ നിന്ന് ഈ പിക്ചറിലേക്ക് വരുമ്പോൾ ഈ ബ്ലൂ ഡോട്ട് എക്സൈറ്റഡ് ആയി ഔട്ടർ ഓർബിറ്റലിലേക്ക് പോയി. ബ്ലൂ ആണ് നമ്മുടെ വാലൻസ് ഇലക്ട്രോൺ. അപ്പൊ ഈ ഫോട്ടോണിനെ അബ്സോർബ് ചെയ്യുമ്പോൾ വാലൻസ് ഇലക്ട്രോൺ എക്സൈറ്റഡ് ഓർബിറ്റലിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അതിന് പുറമെ ഈ ഫോട്ടോണിന്റെ ലേസറിന്റെ പ്രൊപ്പഗേഷൻ, ലേസറിന് ഒരു ഡയറക്ഷനാലിറ്റി ഉണ്ട്. അപ്പൊ ഈ ഡയറക്ഷൻ ഉള്ള ഫോട്ടോൺസ് ആറ്റത്തിന് ആ ഡയറക്ഷനാലിറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഇൻഎലാസ്റ്റിക് കൊളീഷൻ പ്രോസസ്. ഇപ്പൊ ഈ എക്സൈറ്റഡ് ആയ ഇലക്ട്രോൺ എക്സൈറ്റഡ് ഓർബിറ്റലിൽ നിന്ന് ഒരു നിശ്ചിത സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓർബിറ്റലിലേക്ക് തിരിച്ചു വരും. ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കും ലോവർ എനർജി സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാനാണ് എപ്പോഴും താല്പര്യം. മിനിമൈസിങ് ദ എനർജി ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പൊ ആ ഫോട്ടോണിനെ അബ്സോർബ് ചെയ്ത ഫോട്ടോണിനെ അത് സ്പോണ്ടേനിയസ് ആയിട്ട് എമിറ്റ് ചെയ്യുന്നു. ഇലക്ട്രോൺ തിരിച്ച് എസ് ഓർബിറ്റലിലേക്ക് വരുന്നു. അതിന് ആറ്റത്തിന് ഒരു റീകോയിൽ എനർജി ഫീൽ ചെയ്യുന്നു. എന്ന് പറയുമ്പോൾ ഒരു തോക്കിൽ നിന്ന് ഒരു ബുള്ളറ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ തോക്ക് പിന്നോട്ട് വരുന്നു. അതിനാണ് റീകോയിൽ എന്ന് പറയുക. അതുമാതിരിയാണ് ഒരു ബുള്ളറ്റ് ഷൂട്ട് ചെയ്യുന്ന അതേ ഫീലിംഗ് ആണ് ആറ്റത്തിന് ഉണ്ടാവുന്നത്. ആറ്റത്തിന് ഒരു കിക്ക് ടു ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് എമിഷൻ ഓഫ് ഫോട്ടോൺ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു ഇൻഎലാസ്റ്റിക് കൊളീഷൻ ആണ് അവിടെ നടക്കുന്നത്. ഇപ്പൊ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ഈ ഫോട്ടോണിന് ഒരു ഡയറക്ഷനാലിറ്റി ഉണ്ട്. കാരണം ലേസർ എന്ന് പറയുന്നത് ഡയറക്ഷണലായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു
ഡയറക്ഷണലി പ്രൊപ്പഗേറ്റിംഗ് ഫോട്ടോൺസ് ആണ്. അപ്പോൾ ഈ ലേസറിന് ഒരു ലോവർ എൻട്രോപ്പി സ്റ്റേറ്റ് ആണ് ലേസർ എന്ന് പറയുന്നത്. കാരണം അതിനൊരു ഡയറക്ഷൻ ഉണ്ട്, അപ്പൊ അതിനൊരു ഓർഡർ ഓഫ് പ്രൊപ്പഗേഷൻ ഉണ്ട്. പക്ഷെ ഈ ആറ്റം അബ്സോർബ് ചെയ്ത് സ്പോണ്ടേനിയസ് ആയിട്ട് എമിറ്റ് ചെയ്യുമ്പോൾ അതിന് 360 ഡിഗ്രി എമിഷൻ ആണ് ഉണ്ടാവുക. അപ്പൊ ലേസറിന്റെ എൻട്രോപ്പി വെച്ചിട്ട് നമുക്ക് ആറ്റത്തിനെ കൂൾ ചെയ്യുമ്പോൾ ലേസറിന്റെ എൻട്രോപ്പി കൂടുകയാണ് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ ലേസർ സ്കാറ്റേർഡ് ഓൾ ഓവർ 360 ഡിഗ്രി. അപ്പൊ ഡയറക്ഷണാലിറ്റി ഓഫ് ലേസർ പോവും. ഈ സ്പോണ്ടേനിയസ് എമിഷൻ നടക്കുമ്പോൾ നമ്മളൊരു ലാമ്പിന്റെ പ്രതീതിയാണ് ഈ ലേസറിന് കിട്ടുന്നത്. ഈ ഫോട്ടോൺസ് അബ്സോർബ് ചെയ്ത് സ്പോണ്ടേനിയസ് ആയിട്ട് എമിറ്റ് ചെയ്യുമ്പോൾ ഒരു ലാമ്പായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ എൻട്രോപ്പി ഇൻക്രീസ് ഇൻ ലേസർ റെഡ്യൂസസ് ദ എൻട്രോപ്പി ഇൻ ആറ്റംസ് ആക്ച്വലി. അതാണ് വൺ വേ ഓഫ് ലുക്കിംഗ് അറ്റ് ഇറ്റ് ആക്ച്വലി. അല്ലെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റുന്നത് കൊളീഷൻ ആണ്. ഒരു മാസീവായ ഒബ്ജക്ട് ആറ്റം കമ്പയർഡ് ടു ഫോട്ടോൺസ് എഫക്റ്റീവ് മാസ്, ആറ്റത്തിന്റെ റെസ്റ്റ് മാസ് വളരെ കൂടുതലാണ്. അങ്ങനെ ഉള്ള ഒരു ആറ്റത്തിന് ഒരു സ്മോളർ ഒബ്ജക്ട് വന്ന് ഇടിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും കുറച്ച് എനർജി കുറയുകയാണ് ആറ്റത്തിന് ഓരോ സ്കാറ്ററിംഗ് ഇവന്റിലും. അങ്ങനെ ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് സ്കാറ്ററിംഗ് ഇവന്റ്സ് കഴിയുമ്പോൾ ആറ്റത്തിന്റെ എനർജി നമുക്ക് നോർമലി കുറച്ച് കൊണ്ടുവരാൻ പറ്റും ഒരു ഇൻഡിവിജ്വൽ ആറ്റത്തിന്റെ. അതാണ് ഒരു ബേസിക് കൺസെപ്റ്റ് ഓഫ് ലേസർ കൂളിംഗ്. ഓക്കെ, നമുക്ക് കുറച്ച് എക്സ്പെരിമെന്റ്സിലേക്ക് കടക്കാം. ഇപ്പോൾ ഹൗ ടു പ്രൊഡ്യൂസ് ആറ്റംസ്. നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സ്ട്രോങ്ഷ്യം ആണ് കൂൾ ചെയ്യുന്നത്. സ്ട്രോങ്ഷ്യം മെറ്റൽ നമുക്ക് മേടിക്കാൻ കിട്ടും. നമ്മൾ സ്ട്രോങ്ഷ്യം മെറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയിൽ പോയിട്ട് പ്യുവർ സ്ട്രോങ്ഷ്യം മെറ്റൽ മേടിക്കും. സ്ട്രോങ്ഷ്യം മെറ്റൽ ലിക്വിഡ് ആവുന്ന സോളിഡ് ടു ലിക്വിഡ് ഫേസ് ട്രാൻസിഷൻ അല്ലെങ്കിൽ സോളിഡ് ടു ലിക്വിഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 700 ഡിഗ്രീസിന്റെ അടുത്താണ്. നമ്മൾ ഒരു മെറ്റൽ ഹീറ്റ് ചെയ്ത് ക്ലോസ് ടു ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ് ഒരു വേപ്പർ പ്രഷർ ഉണ്ടാവും ഒരു കണ്ടെയ്നറിൽ. വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെറ്റലിന്റെ പ്യുവർ മെറ്റലിന്റെ വേപ്പർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു ഇക്വിലിബ്രിയം ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാഷ്യസ് ആറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യും നമ്മളൊരു മെറ്റൽ മെൽറ്റിംഗ് പോയിന്റിലേക്ക് അടുത്ത് വെച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് ഒരുപാട് ഗ്യാഷ്യസ് സ്ട്രോങ്ഷ്യം ആറ്റംസ് ആ ഒരു ബോക്സിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിനെ ഒരു ഹോൾ ഇട്ടിട്ട് അതിലൂടെ ഔട്ട് കപ്പിൾ ശരിക്കും അത് തന്നെയാണ് ചെയ്യുന്നത്. ശരിക്കും എക്സ്പെരിമെന്റിലും ഒരു മെറ്റൽ പെട്ടിയിൽ 600 ഡിഗ്രിയിൽ സ്ട്രോങ്ഷ്യം ഇട്ട് ഹീറ്റ് ചെയ്ത് ഒരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ അതിലൂടെ സ്ട്രോങ്ഷ്യം ഗ്യാസ് ബീം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ആറ്റംസിന് ഒരു പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ ഉണ്ട്. അതാണ് ഇവിടെ എനിക്ക് ലെഫ്റ്റ് ടു റൈറ്റ്. അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് റെസണന്റ് ആയ ഈ ആറ്റംസിന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ ഒരു കളറിൽ ഒരു ലേസർ ബീം പ്രൊവൈഡ് ചെയ്യാണ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇപ്പൊ ലേസേഴ്സ് ഹാവ് ഫോട്ടോൺസ് ആൻഡ് ഫോട്ടോൺസ് ക്യാൻ ബി പാർട്ടിക്കിൾ ഓർ വേവ്. ഇപ്പൊ നമ്മൾ ഒരു സിമ്പിൾ പിക്ചറിൽ ഈ ആറ്റംസും ഫോട്ടോൺസും കൊളൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ ആറ്റംസ് ക്യാൻ അബ്സോർബ് ദ ഫോട്ടോൺസ് ആൻഡ് സ്പോണ്ടേനിയസ്ലി എമിറ്റ് ഓൾ ദ വേ ഡൗൺ. അപ്പൊ ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഈ ഫോട്ടോൺസ് ആറ്റംസിനെ ഇടിച്ചുകൊണ്ടേയിരിക്കും. ഓരോ ഇടി നടക്കുമ്പോഴും ആറ്റംസിന്റെ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ കുറഞ്ഞ് ആറ്റംസ് സ്ലോ ആയി വരും. അപ്പൊ ഈ ആറ്റോമിക് ബീമിന്റെ വെലോസിറ്റി നമ്മുടെ ലെഫ്റ്റ് ടു റൈറ്റിൽ കുറഞ്ഞു വരികയാണ്. ഇനി ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ വെച്ച് നമ്മൾ 600 കെൽവിൻ അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയ ഡിഗ്രി എത്രയെന്ന് ഓർമ്മയില്ല, ഡിഗ്രിയിൽ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫൈറ്റർ പ്ലെയിനിന്റെ വെലോസിറ്റി മാക് 1 to മാക് 2 ആണ് ആ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക ഡിപ്പെൻഡിങ് ഓൺ ദ മാസ് ഓഫ് ദ ആറ്റം. അപ്പൊ അത്രയും കൈനറ്റിക് എനർജി ഉള്ള ആറ്റംസിന് ഈ ലേസർ ബീംസ് ഫോട്ടോൺസ് വെച്ച് ഇടിച്ച് പാർട്ടിക്കിൾ കൊളീഷൻസ് നടത്തി അബ്സോർപ്ഷൻ എമിഷൻ സ്പോണ്ടേനിയസ് എമിഷൻ പ്രോസസ്സ് വഴി നമുക്ക് കൂൾ ചെയ്ത് ഒരു 50 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലേക്ക് എത്തിക്കാൻ പറ്റും. എന്ന് പറയുമ്പോൾ അതൊരു നോർമൽ ഹ്യൂമൻ വെലോസിറ്റി റേഞ്ചിലേക്ക് എത്തി. ഒരു ഫൈറ്റർ പ്ലെയിന് ടു എ ഹ്യൂമൻ വെലോസിറ്റി റേഞ്ചിലേക്ക് എത്തി. ഒരു സാധാരണ മനുഷ്യൻ നടക്കുന്ന വെലോസിറ്റി അല്ലെങ്കിൽ ഒരു കാറോ ബൈക്കോ സ്ലോ ആയിട്ട് പോകുന്ന വെലോസിറ്റിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഇവിടെ ഒരു വലിയൊരു പ്രശ്നമുള്ളത് ഡോപ്ലർ എഫക്റ്റ് ആണ്. ഇപ്പൊ ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ പ്രോസസ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂവ് ചെയ്യുന്ന ഒബ്സർവർ ആൻഡ് ലിസണർ, ഒരു മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ ഒരു സൗണ്ട് വേവ് അനുഭവിക്കുന്ന ഫ്രീക്വൻസി വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഈ വെലോസിറ്റി
ഒരു പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയും അത് കാണുന്ന ഫ്രീക്വൻസിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ ഇപ്പൊ 2 ട്രെയിനുകൾ ഓപ്പോസിറ്റ് ആയിട്ട് പോകുന്നതാണ് നമ്മൾ എപ്പോഴും കാണാറുള്ള ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ട് പോകുന്ന പാർട്ടിക്കിൾസിന് ഓപ്പോസിറ്റ് വെലോസിറ്റി ഉണ്ടാവും. അപ്പോൾ ഓൾ ടുഗദർ ദ ഒബ്സർവേഴ്സ് ഈസ് ഹയർ വെലോസിറ്റി. അങ്ങനെ ഒരു ഡോപ്ലർ എഫക്റ്റ് ഉണ്ട്. ഇതേ ഡോപ്ലർ എഫക്റ്റ് ഇവിടെ ആറ്റംസും കാണുന്നുണ്ട്. ആറ്റംസിന് ഒരു സ്പീഡ് ഉണ്ടല്ലോ തുടക്കത്തില്. ആ സ്പീഡ് ഒരു 700 മീറ്റർ പെർ സെക്കൻഡ് ടു 1000 മീറ്റർ പെർ സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് മാക്സിമം ഡിപ്പെൻഡിങ് ഓൺ ദ ടെമ്പറേച്ചർ. പക്ഷെ ഈ തുടക്കത്തിൽ ഹൈ സ്പീഡുള്ള ആറ്റംസ് കാണുന്ന ഫോട്ടോൺ ഫ്രീക്വൻസി ആയിരിക്കില്ല ലോ സ്പീഡുള്ള അവസാനം കാണുന്ന ആറ്റംസ് കാണുന്ന ഫ്രീക്വൻസി. അപ്പോൾ ഈ ആറ്റംസിന്റെ സ്പീഡും അത് കാണുന്ന ലേസർ ഫ്രീക്വൻസിയും ഡിപ്പെൻഡന്റ് ആണ്. അതിനാണ് ഡോപ്ലർ എഫക്ട് എന്ന് പറയാം. ഇവിടെ ലോവർ സൈഡിൽ നമ്മൾ മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഫോർ ദിസ് പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഒരു സ്കീമാറ്റിക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ സ്ലോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലേസർ ഒരു സിംഗിൾ ഫ്രീക്വൻസി വിത്ത് പർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഒരു എറർ ബാർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ നമ്പർ പ്ലസ് ഓർ മൈനസ് ആയിരിക്കും ലേസറിന്റെ ഫ്രീക്വൻസി. അപ്പൊ ഈ ലേസറിന് അഡ്രസ് ചെയ്യാൻ പറ്റുന്ന ഡോപ്ലർ എഫക്ട് കാരണം ഒരു പർട്ടിക്കുലർ വെലോസിറ്റി ഓഫ് ആറ്റംസ്, വെലോസിറ്റി ക്ലാസ് ഓഫ് ആറ്റംസിനെ മാത്രമേ അഡ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ വെലോസിറ്റി ക്ലാസ് ഓഫ് ആറ്റംസിനെ കൂൾ ചെയ്തിട്ട് അതിന്റെ വെലോസിറ്റി പുഷ് ചെയ്ത് ലോവർ സൈഡിലേക്ക് കൊണ്ടുവരികയാണ് ഈ ലേസർ ചെയ്യുന്നത്, ജസ്റ്റ് വിത്ത് ദിസ് അറ്റോമിക് ബീം ആൻഡ് ദ ലേസർ. പക്ഷെ നമുക്ക് വേണ്ടത് ഓൾ ടുഗദർ ഈ ലേസർ ഈ ആറ്റംസ് ഓവനിൽ നിന്ന് എമിറ്റ് ചെയ്യുന്നത് മുതൽ അറ്റ് ദ ഫൈനൽ പോയിന്റ് അറ്റ് ദ ഓൾ ടൈം this atom has to see this photons, laser photons. ഇതിനു വേണ്ടിയിട്ട് നമ്മളൊരു ട്രിക്ക് അല്ലെങ്കിൽ ഒരു ബേസിക് അറ്റോമിക് ഫിസിക്സ് എഫക്റ്റ് യൂസ് ചെയ്യാണ്, സീമാൻ എഫക്റ്റ്. സീമാൻ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റംസിന്റെ എനർജി ലെവൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. ആ ഒരു എഫക്റ്റ് വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ നമ്മൾ ഈ ലേസർ അടിക്കുമ്പോൾ തുടക്കത്തിൽ ഈ ഒരു ഫ്രീക്വൻസി ട്യൂൺ ചെയ്തിട്ട് ഈ തുടക്കത്തിലുള്ള ഓവനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന തുടക്കത്തിലുള്ള ആറ്റംസിന് ഇത് അബ്സോർബ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു പർട്ടിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഫൈൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആറ്റംസിന്റെ വെലോസിറ്റി കുറയുന്നതിനനുസരിച്ച് അതിന്റെ ഫ്രീക്വൻസി എനർജി ലെവൽസ് മോഡിഫൈ ചെയ്തിട്ട് എപ്പോഴും ഈ ലേസറിനായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം ഫോട്ടോൺസിനെ സ്കാറ്റർ ചെയ്യണം all the way to the final point from the oven. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ട് ഇതിന്റെ എനർജി ലെവൽസ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേഗത കുറയുമ്പോൾ ഡോപ്ലർ എഫക്റ്റ് വെച്ചിട്ട് ഫ്രീക്വൻസി ആറ്റം കാണുന്ന ഫ്രീക്വൻസി മാറിക്കൊണ്ടിരിക്കും. പക്ഷെ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ട് ആ മാറുന്ന ഫ്രീക്വൻസിനെ പഴയ ഫ്രീക്വൻസിയിലേക്ക് തന്നെ കൊടന്നു വെക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ആറ്റംസ് എപ്പോഴും ഈ ഫോട്ടോൺസിനോട് ഇടിച്ച് വേഗത കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ചേഞ്ച് ചെയ്ത് പീക്ക് ചെയ്തിട്ട് ഒരു സ്മോളർ ഡിസ്ട്രിബ്യൂഷനിലേക്ക്, സ്മോളർ വെലോസിറ്റിയിലേക്ക് എത്തിപ്പെടും അറ്റ് ദ എൻഡ്. ഓക്കെ, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന മെഷീന്റെ ഫോട്ടോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം സീമാൻ സ്ലോവർ എന്ന് പറയുന്ന ഈ സെയിം കൺസെപ്റ്റ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു കോണിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്. ഞങ്ങളുടെ ഓവൻ സ്ട്രോങ്ഷ്യം ആണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അതിന് ലേസർ കൂൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫസ്റ്റ് ലേസർ ആണ് ബ്ലൂ ലേസർ റൈറ്റ് സൈഡിൽ. ഓക്കെ, അപ്പോ ഈ ഒരു ലേസർ കൂളിംഗ് ടെക്നിക്കിന് ഒരു കോമൺ നെയിമാണ് ഡോപ്ലർ കൂളിംഗ്. ബിക്കോസ് ഡോപ്ലർ എഫക്ട് ഇസ് എ വെരി പ്രോമിനന്റ് എഫക്ട്. അപ്പൊ അതുകൊണ്ടാണ് ഡോപ്ലർ കൂളിംഗ് എന്ന് പറയുന്നത്. ബിക്കോസ് വെലോസിറ്റി ചേഞ്ചസ് ദ ഫ്രീക്വൻസി ദാറ്റ് ദ ഒബ്സർവർ സീസ്. ഓക്കെ, ഇപ്പോ ഈ സ്കാറ്ററിങ്ങിനെ നമുക്ക് ഒരു ഫോഴ്സ് ആയിട്ട് കാണാൻ പറ്റും. ഈ ഒരു ആറ്റംസിന് ഒരു ലേസർ ബീം കാരണം ഒരു ഫോഴ്സ് ഫീൽ ചെയ്യുന്നു. അപ്പൊ അത് വെൻ യു ഹാവ് എ ഫോഴ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ യു സ്ലോ ഡൗൺ അറ്റ് സം പോയിന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 6 ഡയറക്ഷനിൽ ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് ദിസ് ബീം കൂളിംഗ് വിച്ച് വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് അറ്റംപ്റ്റ്സ് വി കൻ ഡു 3D കൂളിംഗ്. അപ്പൊ 6 ഡയറക്ഷനിലും നമ്മൾ ഒരു റെസണന്റ് ലേസർ ബീം പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ 6 ഡയറക്ഷനിലും ലൈക്ക് all the 3 directions in the opposite direction you can trap these atoms and cool these atoms down to a very small temperature. അതാണ് ഓപ്റ്റിക്കൽ മൊളാസസ് അല്ലെങ്കിൽ മാഗ്നെറ്റോ ഒപ്റ്റിക് ട്രാപ്പ്. മാഗ്നെറ്റോ ഒപ്റ്റിക് ട്രാപ്പിൽ നമ്മളൊരു സീമാൻ എഫക്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് 6 ഡയറക്ഷനിൽ ദ സെയിം ബീം ഐഡിയ നമ്മൾ 6 ഡയറക്ഷനിൽ ഒരു ഗ്രേഡിയന്റ് ഫീൽഡ് വെച്ചിട്ട് കൊടുക്കും. അപ്പൊ ഒരു ആറ്റത്തിന് ആ ഒരു ലൈറ്റ് ഫീൽഡിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അതിന് തിരിച്ച് പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. അത് എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ലേസറിന് ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ
ഒരു ഫോട്ടോൺ അബ്സോർബ് ചെയ്ത് തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും. ഇറ്റ് ഗെറ്റ്സ് ട്രാപ്ഡ് ദർ. അപ്പൊ നമ്മൾ അവസാനം ഈ ഒരു ഫൈറ്റർ പ്ലെയിനിന്റെ വെലോസിറ്റി ഉള്ള 600 മീറ്റർ പെർ സെക്കൻഡ് ഉള്ള ആറ്റംസിനെ കൂൾ ചെയ്ത് ഒരു 50 മീറ്റർ 1 മീറ്റർ 1 സെന്റിമീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലേക്ക് എത്തിക്കും ഈ 6 ബീം കൂളിംഗ് വിത്ത് മാഗ്നറ്റിക് ഫീൽഡ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ഇവിടെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്തത് ഒരു CAD ഡ്രോയിങ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്, ഒരു എക്സ്പെരിമെന്റൽ പിക്ചർ ആണ് റൈറ്റ് സൈഡിൽ. 2-dimensional കൂളിംഗ് ആണ്. ഇൻസ്റ്റെഡ് ഓഫ് 6 beams we are only using 4 beams എന്ന് പറയുമ്പോൾ സെറ്റ് ഡയറക്ഷൻ, ദ പ്രൊപ്പഗേഷൻ ഡയറക്ഷനിൽ ആറ്റംസ് കൂൾഡ് അല്ല, ബട്ട് ഓൾ അതർ ഡയറക്ഷൻ ഇറ്റ് ഇസ് കൂൾഡ്. എന്റെ മാസ്റ്റേഴ്സിൽ ചെയ്ത ഒരു വർക്കാണിത്. റുബീഡിയം ആറ്റംസിനെ ഒരു ലേസർ ബീം വെച്ചിട്ട് ഒരു 2D മാഗ്നറ്റോ ഒപ്റ്റിക് ട്രാപ്പ് വെച്ച് കൂൾ ചെയ്ത് ഒരു ബീം ആക്കി അതിനെ ട്രാൻസ്ഫർ ചെയ്യാം. റൈറ്റ് സൈഡിൽ അതിന്റെ ഒരു ഫ്ലൂറസൻസ് ഇമേജിംഗ് പിക്ചർ ആണ്. ഈ ബ്രൈറ്റ് സ്പോട്ട് ഒരു ബീമായിട്ട് കാണുന്ന ഒരു ബീം എന്ന് പറയുന്നത് അറ്റോമിക് ബീം ആണ്. ഒരു ഗ്ലാസ് നോസിലൂടെ നമ്മൾ കൂൾ ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പോൾ കൂളിംഗ് വർക്ക് ചെയ്യും. നമ്മൾ റൈറ്റ് ഫ്രീക്വൻസിയും റൈറ്റ് മാഗ്നറ്റിക് ഫീൽഡും കൊടുക്കുകയാണെങ്കിൽ ആറ്റംസിനെ ആ ഒരു പർട്ടിക്കുലർ റീജിയനിൽ കൺഫൈൻ ചെയ്യാൻ പറ്റും. അതിന്റെ വെലോസിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിലൂടെ അതിന്റെ ടെമ്പറേച്ചർ കുറഞ്ഞു വരും. അതിനെ ബീം ആക്കാം, അതിനെ ട്രാൻസ്ഫർ ചെയ്യാം ഒരു ഗ്ലാസ് ട്യൂബിലൂടെ. എന്നിട്ട് അടുത്ത ചേംബറിലേക്ക് നമുക്ക് 3D കൂളിംഗ് നടത്താൻ പറ്റും. അപ്പൊ നമ്മൾ ആദ്യം 2-dimensional കൂളിംഗ് നടത്തി ഒരു ബീം ഉണ്ടാക്കി അതിനെ 3-dimensional കൂളിംഗ് റീജിയനിലേക്ക് കൊണ്ടുപോയിട്ട് കൂളിംഗ് നടത്തും. അപ്പോ 3-dimensional കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് 4 beams we will use 6 beams and a different magnetic field profile. ഇത് സ്ട്രോങ്ഷിയം ആറ്റംസിന്റെ ഒരു 3D മോട്ടാണ്. ഈ ആറ്റംസിൽ ഇതിലൊരു 3D velocity goes down to like 10 centimeter per second. അപ്പൊ ടെമ്പറേച്ചർ മില്ലി കെൽവിൻ ടു മൈക്രോ കെൽവിൻ റെജിം, ലൈക്ക് 1 milli Kelvin, between 1 milli Kelvin and 100 micro Kelvin, അതാണ് ടെമ്പറേച്ചർ റെജിം. ഓക്കെ, ഈ ഒരു റിസർച്ച് ഡയറക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് 1980s സ്റ്റാർട്ട് ചെയ്തത്. ലേസറിന്റെ ഇൻവെൻഷൻ 1960s നടന്ന ലേസറിന്റെ പ്രോഗ്രസ് ആണ് മെയിൻ ആയിട്ട് ഈ ലേസർ കൂളിംഗ് എന്ന് പറയുന്ന ഫീൽഡിനെ ഡ്രൈവ് ചെയ്തത് ഇൻ 1980s and 1990s. ഓക്കെ, ഒരു 1997 ആയപ്പോ ഈ മാഗ്നറ്റോ ഒപ്റ്റിക് ട്രാപ്പിംഗ്, ലേസർ കൂളിംഗ്, ഒപ്റ്റിക്കൽ മൊളാസസ് ടെക്നിക്കിലൊക്കെ വർക്ക് ചെയ്തതിന് സ്റ്റീവൻ ച്യൂ, കോൻ തനൂജി, WD ഫിലിപ്സ്, വില്യം ഫിലിപ്സ്, ഇവർക്ക് 3 പേർക്കും നോബൽ പ്രൈസ് കിട്ടി 1990. ഓക്കെ, ഹൗ ടു ഗെറ്റ് ഈവൻ കോൾഡർ. അതൊരു വളരെ സിമ്പിൾ ഉത്തരമാണ് ഫോർ എ വെരി ഹാർഡ് ക്വസ്റ്റ്യൻ. കാരണം ലേസറിന് ഒരു കൂളിംഗ് ലിമിറ്റ് ഉണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ റീകോയിൽ എനർജി ദാറ്റ് യു ഗെറ്റ്. കാരണം ഒരു ആറ്റം ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്യുമ്പോൾ ഒരു റീകോയിൽ കിട്ടും. ഒരു തോക്ക് ഒരു ബുള്ളറ്റ് ഷൂട്ട് ചെയ്യുന്നത് മാതിരി ഒരു ബാക്ക്വേർഡ്സ് എനർജി. ഈ റീകോയിൽ എനർജി ആവറേജ് ചെയ്തിട്ടാണ് നമുക്കൊരു ഫൈനൽ ലിമിറ്റ് ഓഫ് ലേസർ കൂളിംഗ് temperature ഉണ്ടാവുക. So laser cooling has a limit for its temperature. So how can we cool it even further down? So laser cooling, നമുക്ക് സാധാരണ ലേസർ കൂളിംഗ് ചെയ്യുമ്പോൾ നമ്മളൊരു 1 micro Kelvin with all the new techniques, ഒരു 1 micro Kelvin ആണ് നമ്മുടെ ടെമ്പറേച്ചർ എത്തുക. How can we reach nano Kelvin? And nano Kelvinലാണ് predictions for BEC ഉണ്ടായിരുന്നത്. The phase transition where you can have a different state of matter where atoms interact like waves. അപ്പോ ഹൗ ഡു വി ഗെറ്റ് ഈവൻ കോൾഡർ? അപ്പോൾ അതൊരു വളരെ ഹാർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ ആൻസർ വളരെ സിമ്പിൾ ആയിരുന്നു. കാരണം ആൻസർ എന്ന് പറയുന്നത് ഇവാപറേറ്റീവ് കൂളിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ആയിരുന്നു. നമ്മളൊരു രാവിലെ ചായ കുടിക്കാൻ ഒരു കപ്പിൽ ചായ ഒഴിച്ചു വെക്കുമ്പോൾ ചായ തണുക്കും. ചായ തണുക്കാൻ കാരണം അതിൽ നിന്ന് വരുന്ന ആവിയാണ്. അതിൽ നിന്നുള്ള ഹോട്ടർ മോളിക്യൂൾസ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് വാട്ടെവർ ഇൻ ചായ അല്ലെങ്കിൽ കാപ്പി അത് ഇവാപറേറ്റ് ചെയ്യുമ്പോൾ അതിലെ ഹോട്ടർ ആറ്റംസ് എനർജി ടേക്ക് ചെയ്ത് പുറത്തേക്ക് പോകുമ്പോൾ കോൾഡർ ആറ്റംസ് ഗെറ്റ്സ് മോർ കോൾഡർ. കാരണം ഹോട്ടർ ആറ്റംസ് ആ സിസ്റ്റംസിൽ എക്സ്ട്രാ എനർജി യൂസ് ചെയ്തിട്ടാണ് പുറത്തോട്ട് ഗ്യാസ് ഫേസിലേക്ക് പോകുന്നത്. അപ്പോൾ കോൾഡർ ആറ്റംസ് ഗെറ്റ് മോർ കോൾഡർ ബിക്കോസ് ഹോട്ടർ ആറ്റംസ് ആർ റിമൂവിങ് ദ എനർജി. അതായിരുന്നു ഈ ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഫേസ് ട്രാൻസിഷൻ BC ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്ന ഫേസ് ട്രാൻസ്ലേഷനിലുള്ള ഒരു മേജർ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് ഇവാപറേറ്റീവ് കൂളിംഗ് ആയിരുന്നു. അപ്പൊ നമ്മൾ ട്രാപ്പ്
ഇതൊരു ട്രാപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ്. ഒരു കണ്ടെയ്നർ ബോക്സ് ആയിട്ട് കൂട്ടിയാൽ മതി. അതിൽ നമുക്ക് പാർട്ടിക്കിൾസ് ഉണ്ട്, പാർട്ടിക്കിൾസിന് എനർജി ഉണ്ട്, പാർട്ടിക്കിൾസിന്റെ ബോക്സിന്റെ വാളിന്റെ ഹൈറ്റ് കുറയ്ക്കുന്നതിനനുസരിച്ച് പാർട്ടിക്കിൾസ് പുറത്തോട്ട് പോകും. ഈ പാർട്ടിക്കിൾസ് പുറത്തോട്ട് പോകുമ്പോൾ ഉള്ളിലുള്ള പാർട്ടിക്കിൾസ് ഗെറ്റ്സ് മോർ കോൾഡർ. ഓക്കെ, സോ പീപ്പിൾ മേഡ് BEC ആഫ്റ്റർ ലേസർ കൂളിംഗ്. സോ ഒപ്റ്റിക്കൽ ട്രാപ്സ്, ഫസ്റ്റ് മാഗ്നറ്റിക് ട്രാപ്പ് വെച്ചിട്ടാണ് ലേസർ കൂളിംഗ് ബോസൈൻസിങ് കണ്ടൻസേറ്റ്സ് ഉണ്ടാക്കിയത്. ആൻഡ് ഹൗ ഡു യു മെഷർ ദ വെലോസിറ്റി ഓഫ് ആറ്റംസ്? അതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. കാരണം തുടക്കത്തിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എങ്ങനെയാണ് നാനോ കെൽവിൻ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക? അപ്പൊ നമ്മൾ പറഞ്ഞു വെലോസിറ്റി ആണ് ടെമ്പറേച്ചർ. സോ നമ്മൾ വെലോസിറ്റി മെഷർ ചെയ്യും. എങ്ങനെ വെലോസിറ്റി മെഷർ ചെയ്യും? വെലോസിറ്റി നമ്മൾ നോക്കുന്ന ആറ്റംസ് ഒരു ട്രാപ്പ് സിസ്റ്റം ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു പെട്ടിയിൽ അകപ്പെട്ട് കിടക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആ പെട്ടി നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുക. അതൊരു ലേസർ ബീമാണ് നമ്മുടെ പെട്ടി, അല്ലെങ്കിൽ ട്രാപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ബോക്സ് വേർ ആറ്റംസ് ആർ. ഈ ലേസർ ബീം നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ആറ്റംസ് എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, വെലോസിറ്റി കുറവാണെങ്കിൽ ഈ ആറ്റംസ് എക്സ്പാൻഡ് ചെയ്യുന്ന റേറ്റ് കുറവായിരിക്കും, കാരണം അവർക്ക് എനർജി ഇല്ല. അപ്പൊ അവർ സ്പ്രെഡ് ചെയ്യുന്ന റേറ്റ് കുറവായിരിക്കും. അപ്പൊ നമ്മൾ പിക്ചർ എടുക്കും പല എക്സ്പാൻഷൻ ടൈമിലും, എന്നിട്ട് നമ്മൾ ഈ സൈസ് നോക്കും. അപ്പൊ നമ്മൾ when we are getting millikelvin, the size expansion rate goes down, and microkelvin it expands even less, and in nanokelvin it barely expands. You need like a long time to fall all the way down to see the expansion. നമ്മൾ 21 ഒരു മില്ലി സെക്കൻഡ് റേഞ്ചിലൊക്കെയാണ് എക്സ്പാൻഷൻ നമ്മൾ പഠിക്കുന്നത് ഈ സമയത്ത്. ഇപ്പൊ നമ്മൾ ഒരു 21 മില്ലി സെക്കൻഡ് ടൈം ഓഫ് ഫ്ലൈറ്റ് ഉള്ള ഒരു BEC എക്സ്പാൻഷൻ പിക്ചർ ആണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. BECന്റെ സൈസ് ഒരു 1 മൈക്രോകെൽവിൻ ആണ്, 1 മൈക്രോമീറ്റർ ആണ് ഈ പെർട്ടിക്കുലർ സെറ്റപ്പിൽ. ജസ്റ്റ് ടു ഗിവ് യു ആൻ ഐഡിയ, ഒരു 1 മൈക്രോമീറ്റർ സൈസ് ഉള്ള ഒരു ജയന്റ് ആറ്റം ആണ് ഈ BEC എന്ന് പറയുന്നത്. ഇറ്റ്സ് മെയ്ഡ് ഓഫ് ലോട്ട് ഓഫ് ആറ്റംസ്, പക്ഷെ അതിനൊരു സിംഗിൾ പ്രോപ്പർട്ടി ഉള്ളൂ. അപ്പൊ ഒരു ജയന്റ് മാക്രോസ്കോപ്പിക് മാറ്റർ വേവ് എന്നൊക്കെ പറയാം നമുക്ക്. ശരിക്കും ഒരു മാറ്റർ വേവ് ആണ്, മാക്രോസ്കോപ്പിക് ആറ്റം ആണ് ബോസൈൻസിങ് കണ്ടൻസേറ്റ്. അപ്പോൾ ഗെറ്റിംഗ് ഈവൻ കോൾഡർ we go to BEC, and that's essentially nanokelvin temperatures. And ഇതൊരു ബോസൈൻസിങ് കണ്ടൻസേറ്റ് ബോസും ഐൻസ്റ്റീനും പ്രെഡിക്റ്റ് ചെയ്താണ് 1920s. Wolfgang, Rick Cornell, Carl Weyman, 3 scientists, they got Nobel Prize in 2001 for Bose-Einstein condensate. Okay, so first part of talk what I was trying to say is how to cold atoms to nanokelvin temperature. Now we will look at optical clocks. Okay, ഒരു ആർട്ടിസ്റ്റ് റെപ്രസെന്റേഷൻ ഓഫ് അറ്റോമിക് ക്ലോക്ക് ആണ് നിങ്ങൾ കാണുന്നത്. So how to measure time with really high precision and really high accuracy? സമയം എന്ന് പറയുന്നത് എല്ലാവരുടെ ജീവിതത്തിലും ഒരുപാട് ഇമ്പാക്റ്റ് ഉള്ള ഒരു ക്വാണ്ടിറ്റിയാണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഇപ്പോ മനുഷ്യന്മാര് ഏറ്റവും ആദ്യം കണ്ടുപിടിച്ച ഡിവൈസസിൽ ഒന്നായിരിക്കും ക്ലോക്ക് എന്ന് പറയുന്നത്. സമയം എങ്ങനെ മെഷർ ചെയ്യാം? അർജുൻ പറഞ്ഞ മാതിരി കൃഷിക്കാണെങ്കിലും സൂര്യന്റെ തുടക്കത്തിൽ സൂര്യൻ വെച്ചിട്ടാണെങ്കിൽ സമയം മെഷർ ചെയ്തെങ്കിൽ പിന്നീട് അത് സാൻഡ് ക്ലോക്ക് ആയി, ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് ആയി, ക്വാർട്സ് ക്രിസ്റ്റൽ ആയി, അറ്റോമിക് ക്ലോക്ക് ആയി. ഇപ്പൊ നിങ്ങൾ ഈ സമയത്തിന് എങ്ങനെ മെഷർ ചെയ്യാമെന്ന് നോക്കി കാണേണ്ടത് ഒരു വാച്ച് മേക്കറുടെ കണ്ണിലൂടെയാണ്. ഓക്കെ, ഇപ്പൊ ഒരു ക്ലോക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ക്ലോക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ക്ലോക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ക്ലോക്ക് എന്ന് പറയുന്നത് ഒരു പെൻഡുലം ആണ്. പെൻഡുലം എന്ന് പറയുമ്പോൾ നമ്മൾ കോളേജിലും സ്കൂളിലും ഫിസിക്സ് ലാബിൽ ചെയ്യുന്ന സിമ്പിൾ പെൻഡുലം വെച്ചിട്ട് നമുക്കൊരു സിംഗിൾ പെൻഡുലത്തിന് ഒരു ഓസിലേഷൻ ഫ്രീക്വൻസി ഉണ്ട്. അത് മാസ് ആൻഡ് ലെങ്ത് ഓഫ് ദ പെൻഡുലം ആം, അതാണ് മെയിൻ 2 ക്വാണ്ടിറ്റീസ് ടു ഡിഫൈൻ ദ ഓസിലേഷൻ ഫ്രീക്വൻസി. അപ്പൊ ഒരു പെൻഡുലം ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിന്റെ പൊസിഷൻ വേഴ്സസ് നമ്മൾ പൊസിഷൻ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു സൈനോസോയിഡൽ ഓസിലേഷൻ ആണ് നമുക്ക് കിട്ടുക, പൊസിഷൻ വേഴ്സസ് ടൈം. ഓക്കെ, എല്ലാ വാച്ചിന്റെ ഉള്ളിലും ഒരു പെൻഡുലം ഉണ്ട്. ഈ പെൻഡുലം ഓസിലേറ്റ് ചെയ്യും. ഈ ഓസിലേഷൻ ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ ഉണ്ടാവും എന്ന് ഫിക്സഡ് ആയിരിക്കും. ഇറ്റ്സ് ഡിപ്പെൻഡന്റ് ഓൺ ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ലൈക്ക് മാസ്, മെറ്റീരിയൽ, എവറിത്തിങ്. അപ്പൊ ഒരു ക്ലോക്കിന് ഇത്ര ഓസിലേഷൻ കഴിഞ്ഞാൽ 1 സെക്കൻഡ് ആയി. അപ്പൊ നമ്മുടെ സെക്കൻഡ് സൂചിക 1 സെക്കൻഡ് മുന്നോട്ട് പോകും.
അങ്ങനെയാണ് ഒരു ക്ലോക്ക് വർക്ക് ചെയ്യുന്നത്. ഒരു സിംഗിൾ പെൻഡുലാണ്, ഇത്ര ഓസിലേഷൻസ് കൗണ്ട് ചെയ്യും, ഇത്ര ഓസിലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് സൂചിക ഒരു സെക്കൻഡ് മുന്നോട്ട് പോകും, അങ്ങനെ സെക്കൻഡ് കൂടി കൂടി വരും, പിന്നെ മിനിറ്റ് സൂചിക നീങ്ങും, അങ്ങനെ നീങ്ങി നീങ്ങി പോകും, സമയം കൗണ്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ സമയം കൗണ്ട് ചെയ്യാൻ ഇത്രയും സിമ്പിൾ ആണ് സമയം കൗണ്ട് ചെയ്യാൻ. പക്ഷെ ഇപ്പൊ ഞാൻ ഈ ടോക്ക് കൊടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ ബിൽഡിങ്ങിൽ 4th ഫ്ലോറിലും 3rd ഫ്ലോറിലും 2 ക്ലോക്ക് പോയി നോക്കി. ഇപ്പൊ സ്ക്രീൻ വലുതാണ്, നിങ്ങൾക്ക് കാണാം ഈ ക്ലോക്ക് 2 ക്ലോക്കും ഒരേ കമ്പനിയാണ്, എല്ലാം സെയിം ആണ്, മെയിൻറ്റെയിൻ ചെയ്യുന്നത് വരെ ഒരേ ആളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിന്റെ സമയം രണ്ടും ഒരു കുറച്ച് നിമിഷങ്ങൾ വ്യത്യാസമുണ്ട്, ശരിക്കും ഒരു 4-5 മിനിറ്റ് വ്യത്യാസമുണ്ട് സമയത്തിന് 2 ക്ലോക്കിലും. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ സമയം ഓരോ ക്ലോക്കിനും ഓരോ സമയം കാണുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ അലാം ക്ലോക്ക്, അല്ലെങ്കിൽ വീട്ടിലെ ഓവന്റെ ക്ലോക്ക്, എന്തോ ആയിക്കോട്ടെ, അതിന്റെ സമയം കുറച്ച് സമയം നമ്മൾ സെറ്റ് ചെയ്യും, ഒരു ഇന്റർനെറ്റ് ടൈം ഒക്കെ വെച്ചിട്ട്, കുറച്ച് കഴിഞ്ഞാൽ അത് മാറും. എന്തുകൊണ്ടാണ് അത് മാറുന്നത്? ഈ ഓസിലേറ്റർ നീങ്ങുന്ന ഫ്രീക്വൻസി എപ്പോഴും കോൺസ്റ്റന്റ് ആയിക്കൊള്ളണമെന്നില്ല. ഈ ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി എൻവയോൺമെന്റിന്റെ പല എഫക്ട്, ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി, അല്ലെങ്കിൽ അതിനൊരു ഇൻട്രിൻസിക് പ്രിസിഷൻ വരെ ഉണ്ടാവാം, ലിമിറ്റഡ് ബൈ ദ പേഴ്സൺ ഹു മേക്സ്, അല്ലെ? ഒരു ക്ലോക്ക്, ഒരു ഇന്ത്യയിൽ ക്ലോക്ക് ഉണ്ടാക്കുന്ന ആളും കാനഡയിൽ ക്ലോക്ക് ഉണ്ടാക്കുന്ന ആളും ഉണ്ടാക്കുന്ന ക്ലോക്കിന്റെ ക്വാളിറ്റി ഒന്നായിരിക്കണമെന്നില്ല, അതിന്റെ ഓസിലേഷൻ ക്വാളിറ്റി ഒന്നായിരിക്കണമെന്നില്ല. അപ്പൊ ഈ ഓസിലേറ്ററിന് ഒരു ക്വാളിറ്റി ഉണ്ട്, അതിന് ക്വാളിറ്റി ഫാക്ടർ എന്ന് തന്നെ പറയാം, ക്യൂ ഫാക്ടർ. ഓക്കെ, ഈ ഓസിലേറ്റർ ഏറ്റവും നന്നാവും തോറും ഇതിന് നമ്മുടെ ക്ലോക്കിന് പ്രിസിഷനും ഉണ്ടാവും, അക്യുറസിയും ഉണ്ടാവും. അപ്പൊ നമുക്കൊരു വെരി ഗുഡ് ഓസിലേറ്റർ ഉണ്ടെങ്കിൽ നല്ല ക്ലോക്ക് ഉണ്ടാക്കാം, അപ്പൊ ക്ലോക്ക് തെറ്റില്ല, അപ്പൊ നമ്മുടെ അലാറം കറക്റ്റ് ടൈമിന് തന്നെ അടിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ഈ പെൻഡുലത്തിന്റെ ഫ്രീക്വൻസിന്റെ സ്റ്റെബിലിറ്റി, അക്യുറസി ആൻഡ് പ്രിസിഷൻ. സോ ഇന്ന് ഈ പെൻഡുലം ഒരു 10 പ്രാവശ്യം ഓസിലേറ്റ് ചെയ്താൽ ഒരു സെക്കൻഡ് ആവുമെങ്കിൽ അത് 10 തന്നെ ആയിരിക്കണം, 10.001 9.099 ആവാൻ പാടില്ല. അത് ഇന്നും അങ്ങനെ ആയിരിക്കണം, നാളെ അങ്ങനെ ആയിരിക്കണം, എന്നും അങ്ങനെ ആയിരിക്കണം. അപ്പൊ ഒരു പ്രിസൈസ് സ്റ്റേബിൾ ഓസിലേറ്റർ ആണ് നമുക്ക് വേണ്ടത് സമയം മെഷർ ചെയ്യാൻ. ഇതാണ് നമ്മൾ വാങ്ങുന്ന വാച്ചുകളിൽ നടക്കുന്ന സമയത്തിന്റെ ഇത്. പക്ഷെ നമുക്ക് പിന്നീട് മൊബൈൽ ഫോൺ വന്നു, ഇന്റർനെറ്റ് വന്നു, സമയം കൂടുതൽ പ്രിസൈസ് ആവാൻ തുടങ്ങി. ഇപ്പൊ ഞാനൊക്കെ ആ ഒരു ചേഞ്ച് കണ്ടതാണ് ശരിക്കും. എന്റെ വീട്ടിലെ ക്ലോക്ക് തെറ്റാറുണ്ട്, ബസ് കിട്ടാറില്ല, സ്കൂളിൽ എത്താൻ ലേറ്റ് ആവാറുണ്ട്. പക്ഷെ പിന്നീട് കോളേജിൽ എത്തി, ഒരു സ്മാർട്ട് ഫോൺ ഒക്കെ കയ്യിൽ കിട്ടിയപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇന്റർനെറ്റ് വെച്ച് ടൈം സിങ്ക് ചെയ്യാൻ തുടങ്ങി, ഇന്റർനെറ്റ് ടൈം ആയിട്ട്, GPS ടൈം ആയിട്ട്. ഇപ്പൊ ടൈം ഓൾമോസ്റ്റ് സെയിം ആവാൻ തുടങ്ങി എല്ലാവരുടെയും ക്ലോക്കുകളിൽ. ഓക്കെ, പല ക്ലോക്കുകളുണ്ട്, പല ക്ലോക്കിനും പല സമയമായിരിക്കാം, ചെറിയ വ്യത്യാസം ഉണ്ടാവും, മോസ്റ്റ്ലി സെയിം ആയിരിക്കും. പക്ഷെ ഹൗ ടു മേക്ക് ഇറ്റ് സിമിലർ ഫോർ ഓൾ ദ ക്ലോക്സ്? ഓക്കെ, വി നീഡ് ടു ഹാവ് എ ഗുഡ് സ്റ്റേബിൾ ഓസിലേറ്റർ. അതാണ് അതിന്റെ ഉത്തരം. സോ വെരി നൈസ്ലി ഓസിലേറ്റിംഗ് ഒരു സൈൻ വേവ് വേണം, പീരിയോഡിക് ഓസിലേഷൻ ഉള്ള സൈൻ വേവ് വേണം. ബെസ്റ്റ് സൈൻ വേവ് ഇസ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് ഓസിലേഷൻ. ഇഫ് നമുക്ക് ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ups and downs like intensity maxima and minima കൗണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ over time we could count the time, right? കാരണം ഇവിടുത്തെ പെൻഡുലത്തിന് പകരം നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഓസിലേഷൻ യൂസ് ചെയ്യാണ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത് ലൈറ്റ് ആവാം, റേഡിയോ വേവ്സ് ആവാം, മൈക്രോ വേവ്സ് ആവാം, സൗണ്ട് വേവ്സ് ആവാം, ലൈക്ക് കിലോഹെർട്സ് ഫ്രീക്വൻസി ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ അറിയാം. ലേസർ ആണെങ്കിൽ ലേസർ ഉണ്ടാക്കാൻ അറിയാം ബൈ നൗ. മൈക്രോവേവ്സ് ആണെങ്കിൽ മൈക്രോവേവ് ഓസിലേറ്റേഴ്സ് ഉണ്ട്, ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് ഉണ്ട്, അത് വെച്ച് മൈക്രോവേവ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, റേഡിയോ വേവ്സും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ അപ്സ് ആൻഡ് ഡൗൺസ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് യു ഹാവ് എ സ്റ്റേബിൾ ഫ്രീക്വൻസി ഓഫ് ദിസ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വി ക്യാൻ കൗണ്ട് ദ ടൈം, റൈറ്റ്? അതാണ് ഇവിടുത്തെ മെയിൻ ബ്രേക്ക് ത്രൂ ഇൻ 1950s ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ. After Second World War, people started working on atomic clocks, and they started to converge on this electromagnetic waves and atomic clocks at the end. So electromagnetic waves, clock inulla stability issues, electromagnetic waves nundu. There is a limit to produce a very stable oscillator for electromagnetic waves. Left side il oru oscillator for a light ആണ്.
ഫാബ്രിക് പെറോകാവിറ്റി എന്ന് പറയാന് ലൈറ്റിനെ നമ്മൾ 2 മിറർ വെച്ചിട്ട് കൺഫൈൻ ചെയ്യും ഒരു പർട്ടിക്കുലർ സ്പേസിൽ. അപ്പൊ ഒരു പർട്ടിക്കുലർ ഓസിലേഷൻ എമൗണ്ട് ഓഫ് സൈക്കിൾ ഓഫ് ദിസ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആയിരിക്കും ഈ 2 മിററിന്റെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുക. കാരണം മിററിന്റെ സർഫസിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ ഇന്റൻസിറ്റി 0 ആയിരിക്കണം 2 സർഫസിലും. അപ്പൊ ഈ മിററിന്റെ ലെങ്ത് ആയിരിക്കും എമൗണ്ട് ഓഫ് ഫ്രീക്വൻസി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ കൺഫൈൻഡ് ഇൻ ദ സ്മോൾ റീജിയൻ അത് ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പൊ മിറർ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയാൽ ഈ സൈൻ വേവിന്റെ അപ്പ് ആൻഡ് ഡൗൺ ലൈക്ക് നോട്ട്സ് ആൻഡ് ആന്റി നോട്ട്സ് കൂടുകയോ കുറയുകയോ ചെയ്യും. അപ്പൊ അതിന്റെ ഫ്രീക്വൻസി മാറും. അങ്ങനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് ഒരു ഓസിലേറ്റർ ഉണ്ടാക്കുന്നതും. അത് ഇപ്പൊ ലേസർ ആണെങ്കിൽ ലേസർ പ്രൊഡ്യൂസ് ചെയ്യുന്നതും, അല്ലെങ്കിൽ മൈക്രോവേവ് ആണെങ്കിൽ മൈക്രോവേവ് സ്റ്റെബിലൈസ് ചെയ്യുന്നതും പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഓസിലേറ്റേഴ്സ് വെച്ചിട്ടാണ്. അപ്പൊ ഇവിടെ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ നമ്മൾ കൺഫൈൻ ചെയ്യാണ് ചെയ്യുന്നത് 2 മിററിന്റെ ഇടയിൽ. അപ്പൊ ഈ മിററിന്റെ പൊസിഷൻ അല്ലെങ്കിൽ ലെങ്ത് ഇസ് ടൈം നൗ. കാരണം ഈ വേവിന്റെ ഇന്റൻസിറ്റി മാക്സിമ മിനിമ നോട്ട്സ് അല്ലെങ്കിൽ സൈക്കിൾസ് കൗണ്ട് ചെയ്തിട്ടാണ് സമയം നമ്മൾ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സമയം നമ്മൾ മെഷർ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ കൺഫൈൻ ചെയ്യുന്ന ലെങ്ത് ആണ് ഈ വേവ്സിന്റെ നോട്ട്സ് ആൻഡ് ആന്റി നോട്ട്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പൊ ലെങ്ത് ഇസ് ടൈം നൗ. ഇപ്പൊ എത്രത്തോളം നന്നായിട്ട് ഈ 2 മിററിനെയും ഹോൾഡ് ചെയ്ത് ഒപ്പം നിലനിർത്താം, അതിന്റെ മോഷൻ കൺസ്ട്രെയിൻ ചെയ്യാം, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവും. അങ്ങനെ ഏറ്റവും നല്ല ഓസിലേറ്റർ ഉണ്ടാക്കുന്ന ആൾക്ക് ഏറ്റവും നല്ല ക്ലോക്ക് ഉണ്ടാക്കാം. അതാണ് ഇവിടുത്തെ ഗെയിം. ഓക്കെ, ലെങ്ത് ഇസ് ടൈം നൗ. അപ്പോൾ നമുക്ക് ബെസ്റ്റ് അറ്റോമിക് ക്ലോക്ക് ഇപ്പോൾ 10⁻⁸ സ്റ്റെബിലിറ്റി ആണുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിനെ നമുക്ക് 10⁻17 to 18 ഡിജിറ്റ്സിൽ പ്രിസൈസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഒരു സെക്കൻഡ് എത്രയാണെന്ന്. അതിന് ഇങ്ങനത്തെ ഓസിലേറ്റേഴ്സ് ഉണ്ട്. നമ്മൾ ആ ഓസിലേറ്റേഴ്സ് ഉപയോഗിക്കുന്നു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ ഇന്റൻസിറ്റി മാക്സിമ മിനിമ കൗണ്ട് ചെയ്യുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ഇതിന് ഈ ഒരു പ്രിസിഷന് വേണ്ടിയിട്ടുള്ള ലെങ്ത് സ്റ്റെബിലിറ്റി നോക്കുകയാണെങ്കിൽ അത് ലീനിയർലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഇത്ര തന്നെ ലെങ്ത് സ്റ്റെബിലിറ്റി നമുക്ക് വേണം സമയം ഇത്രയും നന്നായിട്ട് മെഷർ ചെയ്യാൻ. ആൻഡ് ദാറ്റ്സ് ഇമ്പോസിബിൾ ഡ്യൂ ടു ലൈക്ക് ബേസിക് ലിമിറ്റേഷൻ ബ്രൗണിയൻ മോഷൻ ആണ്. കാരണം ഏതൊരു ഒബ്ജക്റ്റിനും അറ്റ് an instant there is some temperature, it's not absolute zero. So when you have some temperature, you have some energy, some velocity to the atoms in the crystal or in the solid. അപ്പൊ ഈ ആറ്റംസ് ചെറുതായിട്ട് മൂവ് ചെയ്യും. അപ്പൊ ചെറിയൊരു ലെങ്ത് സ്കെയിൽ ഡിഫോർമേഷൻ ഉണ്ടാവും. യു കൗണ്ട് യുവർ ടൈം ഡിഫറെന്റ്ലി. അപ്പോ ഓക്കെ, ഓസിലേറ്റേഴ്സ് ഉണ്ട്. ഓസിലേറ്റേഴ്സിന് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ഓസിലേറ്റേഴ്സ് ഉണ്ട്. പക്ഷെ അതിന് നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ക്ലോക്കിന്റെ സെയിം ഇഷ്യൂസ്, ഒരു സാധാരണ ക്ലോക്കിന്റെ അതേ ഇഷ്യൂസ് ഈ ഓസിലേറ്റേഴ്സിനുണ്ട്. അപ്പൊ നമുക്കൊരു യൂണിവേഴ്സൽ റെഫറൻസ് വേണം ടൈമിന്. സോ ആൻഡ് ദ ബെസ്റ്റ് റെഫറൻസ് ഇസ് ആറ്റംസ്. കാരണം ആറ്റംസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ആറ്റംസിന് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ പെർട്ടിക്കുലർ ഫ്രീക്വൻസീസ് മാത്രമേ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ലേസർ കൂളിംഗ് നടക്കുക. അപ്പൊ ഈ പർട്ടിക്കുലർ ഫ്രീക്വൻസീസ് മാത്രം അബ്സോർബ് ചെയ്യുന്ന ആറ്റംസ് ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന് ഒരു റെഫറൻസ് കൊടുക്കുകയാണ്. കാരണം ആറ്റംസ് ഈ പർട്ടിക്കുലർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ഫ്രീക്വൻസി ഇന്നതാണ് എന്ന് പറയാൻ പറ്റും. കാരണം ആറ്റംസിന്റെ എക്സൈറ്റേഷൻ ഫ്രീക്വൻസീസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഷ്രോഡിഞ്ചർ ഇക്വേഷൻ വെച്ചിട്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ടാക്കുകയാണ് ചെയ്യുന്ന ആറ്റംസിന്. ഈ നല്ല ഓസിലേറ്റേഴ്സ് ഉണ്ടാക്കി, നല്ല ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഉണ്ടാക്കി, അത് ആറ്റംസിന് നമ്മൾ ഷൈൻ ചെയ്യും. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ഫ്രീക്വൻസി കറക്റ്റ് ആണെങ്കിൽ ആറ്റംസ് അത് അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്താൽ നമുക്ക് അത് അബ്സോർപ്ഷൻ മെഷർ ചെയ്യാൻ പറ്റും. അല്ല കറക്റ്റ് അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആക്കി ട്യൂൺ ചെയ്തിട്ട് അതിനെ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് അബ്സോർബ് ചെയ്യിപ്പിക്കും. അപ്പൊ നമുക്ക് എപ്പോഴും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ഫ്രീക്വൻസി ആ ആറ്റത്തിന്റെ അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിന് മാച്ചിങ് ആണെന്ന് പറയാൻ പറ്റും. അങ്ങനെ നമുക്കൊരു സ്റ്റെബിലിറ്റി കിട്ടും. അപ്പൊ നമ്മൾ നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ഫ്രീക്വൻസിനെ ആറ്റംസ് ആയിട്ട് റെഫറൻസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ ഒരു സീഷ്യം ആറ്റത്തിനെയോ സ്ട്രോങ്ഷ്യം ആറ്റത്തിനെയോ കേരളത്തിൽ എടുത്താലും ആംസ്റ്റർഡാമിൽ എടുത്താലും അത് ഒരേ ആറ്റം തന്നെയാണ്. അത് ഇരിക്കുന്ന എൻവയോൺമെന്റ് നമുക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇൻ ലാബ് എൻവയോൺമെന്റ്സ്. അപ്പോ അങ്ങനെ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലോക്ക് മേക്കേഴ്സ് ചലഞ്ച് ഇല്ല അതിൽ. കാരണം ആര് ഓസിലേറ്റർ ഉണ്ടാക്കുന്നോ, ആര് ക്ലോക്ക് ഉണ്ടാക്കുന്നോ,
എങ്ങനെ ഉണ്ടാക്കുന്നോ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഡിഫക്റ്റ്, അത് ആ ഒരു ഫാക്ടർ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യാണ് അറ്റോമിക് ക്ലോക്സിൽ. കാരണം നേച്ചർ ഗീവ്സ് സംതിങ്, വി ടേക്ക് ഇറ്റ്. അപ്പൊ നമ്മൾ ലേസർ കൂളിംഗ് ലിസ്റ്റ് നേരത്തെ നോക്കി. ഇതിൽ സീഷ്യം ആറ്റംസിന് നമുക്ക് ലേസർ കൂൾ ചെയ്യാൻ പറ്റും. ഓക്കെ, സീഷ്യത്തിന് ഒരു 9 GHz ഫ്രീക്വൻസിയിൽ ഒരു ട്രാൻസിഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് മൈക്രോവേവ് റെജീമിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ ഷൈൻ ചെയ്യാൻ പറ്റും. സീഷ്യം ക്യാൻ ടെൽ us if the frequency is right. If it is wrong, we can bring the radiation to right frequency and cesium will be the reference. Okay. സീഷ്യത്തിന്റെ ഫ്രീക്വൻസി 9.1 GHz ആണ്, ഹൈപ്പർഫൈൻ ട്രാൻസിഷൻ. അപ്പൊ നമുക്ക് 9.1 GHz ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഷൈൻ ചെയ്യാൻ പറ്റും. ഒരു സെക്കൻഡിനെ നമ്മൾ 9 into 10⁹ സൈക്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഒരു സെക്കൻഡിന് നമ്മൾ അത്രയും സ്മോൾ ഓസിലേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, അത്രയും സൈക്കിൾ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. അത് നമ്മൾ സീഷ്യത്തിൽ ഷൈൻ ചെയ്യും. Cesium will tell us if the frequency is right. We will measure the time with that. Okay. So people, scientists started working on cesium clocks around 1960s, and then even before the invention of laser. And then they started improving it, and then it almost reached its limits. Appo namukku 1960 to 2005 വരെയുള്ള സീഷ്യം ക്ലോക്കിന്റെ സ്റ്റെബിലിറ്റി, ബെസ്റ്റ് സീഷ്യം ക്ലോക്കിന്റെ സ്റ്റെബിലിറ്റി പ്ലോട്ട് ചെയ്തിരിക്കുന്നതാണ് ബ്ലൂ ലൈനിൽ ഓവർ ടൈം. അതൊരു 10⁻15-14 ആയപ്പോൾ സാച്ചുറേറ്റ് ചെയ്തു. ഓക്കെ, റെഡ് ലൈൻ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ക്ലോക്സ് ആണ്. ഒപ്റ്റിക്കൽ ക്ലോക്ക് സ്റ്റാർട്ടഡ് അറൌണ്ട് 1990s ആൻഡ് അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് വളരെ റാപ്പിഡ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി സ്റ്റാർട്ടഡ് ഡിക്രീസിങ് അവർ frequency uncertainty, or like we started measuring time with way higher precision, and now we are at 10⁻21. This is at 2010. At 2022, like this year, we are at 10⁻21. Okay. അപ്പോ സീഷ്യം മൈക്രോവേവ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നതിന് പകരം നമ്മൾ സ്ട്രോങ്ഷ്യത്തിനെയോ ഇറ്റർബിയത്തിനെയോ ഉപയോഗിക്കും. ദാറ്റ്സ് വാട്ട് നേച്ചർ ഗീവ്സ് us. So we utilize it. എന്നിട്ട് നമ്മളൊരു റെഡ് കളർ ലേസർ ഷൈൻ ചെയ്യും. ഇൻസ്റ്റെഡ് ഓഫ് ഡിവൈഡിങ് എ സെക്കൻഡ് ടു 10⁹ times, we will divide it with 10⁻15 times. മൈക്രോവേവ് റേഡിയേഷൻ 10⁹ times ആണ് ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒപ്റ്റിക്കൽ റേഡിയേഷൻ ഒരു സെക്കൻഡിൽ 10⁻15 times ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ 10⁻15 times നമുക്കൊരു സെക്കൻഡിനെ ഡിവൈഡ് ചെയ്ത് മെഷർ ചെയ്യാൻ പറ്റും. അതാണ് ദ ഹോൾ ഗെയിം ബിറ്റ്വീൻ ഒപ്റ്റിക്കൽ ക്ലോക്സ് ആൻഡ് നോർമൽ മൈക്രോവേവ് ക്ലോക്സ്. അപ്പൊ ഒപ്റ്റിക്കൽ ക്ലോക്കിന് ഇത്രയും പ്രിസിഷൻ കിട്ടാൻ കാരണം നമ്മളൊരു ലേസർ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ലേസറിന്റെ ഓസിലേഷൻ ഫ്രീക്വൻസിയാണ് 10⁻15 times. ഓക്കെ, അപ്പൊ വി സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് ലേസർ കൂളിംഗ്. നാനോ കെൽവിനിലേക്ക് ആറ്റംസിനെ കൂൾ ചെയ്യാൻ പറ്റും. ലേസർ കൂളിംഗ് വാസ് നൈസ്. BC ഫിസിക്സ് എന്ന് പറയുന്ന ഒരു ഹോൾ ഫീൽഡ് ഒറിജിനേറ്റ് ചെയ്തു. ആറ്റം ഇന്റർഫെറോമീറ്റേഴ്സ് വാസ് ഓൾ നൈസ്. പക്ഷെ വൈ ഡു വി നീഡ് ലേസർ കൂളിംഗ് ഫോർ മെഷറിംഗ് ടൈം? കാരണം ആറ്റംസിനെ നമുക്കൊരു പെട്ടിയിലിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേപ്പർ കിട്ടും. അതിനെ വെച്ച് മൈക്രോവേവ് ക്ലോക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ശരിക്കും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തിനാണ് നമ്മൾ ലേസർ കൂളിംഗ് ഉപയോഗിക്കുന്നത്? സമയം മെഷർ ചെയ്യാൻ. എന്ത് അഡ്വാൻറ്റേജ് ആണ് നമുക്കത് തരുന്നത്? ഇപ്പൊ രണ്ട് മെയിൻ കാരണങ്ങളുള്ളത്. ഒന്ന് ഫൊറിയർ ലിമിറ്റ് ആണ്. ഫൊറിയർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു റേഡിയേഷന്റെ ഫ്രീക്വൻസി 1 Hz പ്രിസിഷനിൽ മെഷർ ചെയ്യണം. ഫ്രീക്വൻസി എന്തോ ആയിക്കോട്ടെ, അതിന്റെ പ്രിസിഷൻ 1 Hz ആയിരിക്കണമെങ്കിൽ നമ്മളൊരു 1 second മെഷർ ചെയ്യണം. 1 Hzന്റെ ഇൻവേഴ്സ് ആണ് 1 second. 1 Hz എന്ന് പറഞ്ഞാൽ a sine wave that oscillates at like it will have one intensity maxima and minima, one node or antinode at 1 second. അപ്പോ അതാണ് ഫൊറിയർ ലിമിറ്റ്, which means in order to see a particular precision we need to measure with a particular time interval. ഇപ്പോ എനിക്ക് സമയം ഇത്ര 10⁻18 ഡിജിറ്റിൽ കൃത്യമായി പറയണമെങ്കിൽ എനിക്ക് ഒരു മണിക്കൂർ മെഷർ ചെയ്താലേ അത് പറയാൻ പറ്റുള്ളൂ. And this time is defined by some like basic rules. That's called Fourier limit. Okay. So ഒരു സെക്കൻഡ് മെഷർ ചെയ്യണമെങ്കിൽ ഒരു ഗ്യാഷ്യസ് ക്ലൗഡ് ഓഫ് ആറ്റംസിൽ
600 മീറ്റർ പെർ സെക്കൻഡ് ഉള്ള ഒരു ആറ്റത്തിന് ഒരു സെക്കൻഡ് മെഷർ ചെയ്യാൻ പറ്റില്ല. കാരണം ആ റേഡിയേഷൻ റീജിയനിൽ ആ ആറ്റത്തിന് വളരെ കുറച്ച് സമയം നിൽക്കാൻ പറ്റുള്ളൂ, മൈക്രോ സെക്കൻഡ്സ്. അപ്പൊ ഈ ആറ്റത്തിന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സിംഗിൾ ആറ്റത്തിന് ഈ ലേസർ വെച്ച് ഇന്ററോഗേറ്റ് ചെയ്ത് ഒരു സെക്കൻഡോ ഒരു മണിക്കൂറോ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ററോഗേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സമയത്തിന് ഇത്രയും പ്രിസൈസ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ദിസ് ആറ്റം ഹാസ് ടു ബി സ്ലോ ആൻഡ് ട്രാപ്ഡ് സോ ദാറ്റ് വി ക്യാൻ ഇന്ററോഗേറ്റ് ഇറ്റ് ഫോർ 1 hour or 1 second. ഇതാണ് ലേസർ കൂളിംഗിന്റെ മെയിൻ അഡ്വാൻറ്റേജ്. ലേസർ കൂളിംഗ് മേക്സ് ആറ്റം സ്ലോവർ ആൻഡ് വി ക്യാൻ ട്രാപ്പ് ദം. We can trap them in a particular frequency of a laser. So we can also trap the atom with a laser. എന്നിട്ട് അതിനെ ഇന്ററോഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആറ്റത്തിനെ ട്രാപ്പ് ചെയ്യുന്നു, കൂൾ ചെയ്യുന്നു, ഒരു ലേസർ ഷൈൻ ചെയ്യുന്നു, ആ ആറ്റം പറയുന്നു ആ ലേസറിന്റെ ഫ്രീക്വൻസി കറക്റ്റ് ആണോ അല്ലയോ നമ്മളോട് പറയുന്നു. We put it back to the right frequency and we get a very nice electromagnetic radiation with a very precise and accurate frequency. Frequency എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് ടൈം ആണ്. അപ്പൊ നമ്മൾ ടൈം മെഷർ ചെയ്യുന്നു ഇൻ ടേൺ. ഓക്കെ, ദർ ഇസ് അനദർ എഫക്ട്, ഡോപ്ലർ എഫക്റ്റില് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഒബ്സർവർ മൂവ് ചെയ്യുന്ന വെലോസിറ്റി, അത് കാണുന്ന ഇലക്ട്രോമാഗ്നറ്റിക്കിന്റെ റേഡിയേഷന്റെ ഫ്രീക്വൻസി ആൻഡ് ദേ ആർ റിലേറ്റഡ്. ഇഫ് ഇറ്റ് ഇസ് മൂവിംഗ് ടു ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇറ്റ് മൈറ്റ് സീ ലൈക്ക് ആൻ higher frequency. അപ്പൊ ഒരു ഫ്രീക്വൻസി ഡിപ്പെൻഡൻസ് ടു ദിസ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ലേസർ കൂളിംഗിന്റെ അതർ അഡ്വാൻറ്റേജസ്, വി ക്യാൻ മേക്ക് ദ ആറ്റം സ്ലോവർ ആൻഡ് സ്ലോവർ ആൻഡ് സ്ലോവർ ടു ലൈക്ക് മൈക്രോമീറ്റർ പെർ സെക്കൻഡ് സ്പീഡ്, മൈക്രോമീറ്റർ പെർ സെക്കൻഡ് സ്പീഡ്. ഓക്കെ, അപ്പോൾ ഈ ഡോപ്ലർ എഫക്റ്റ് ബേസിക്കലി ഇല്ലാണ്ടാവുന്നു. ഒരു മണിക്കൂറിൽ ഈ ആറ്റം മൂവ് ചെയ്യുന്ന distance അല്ലെങ്കിൽ speed compared to the frequency change it sees is very less. Okay, ഇതാണ് മെയിൻ ടു ഫണ്ടമെന്റൽ അഡ്വാൻറ്റേജസ് ഓഫ് ലേസർ കൂളിംഗ്. അതുകൊണ്ടാണ് ലേസർ കൂൾഡ് atomic clocks performs really well compared to the normal ones. Okay, what is the state of the art now? നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഒരു സിലിക്കൺ കാവിറ്റി ആണ്. സിലിക്കൺ കാവിറ്റി ഇറ്റ്സ് എൻ ഓസിലേറ്റർ ഫോർ ദ ലേസർ ദാറ്റ് വി ആർ യൂസിങ് ടു ഇന്ററോഗേറ്റ് ട്രാപ്ഡ് ആറ്റം ക്ലൗഡിലേക്ക് നമ്മൾ ഷൈൻ ചെയ്യുന്ന ലേസറിന്റെ ഓസിലേറ്റർ ആണ് ഈ സിലിക്കൺ കോണിക്കൽ ഷേപ്പിൽ ബ്ലാക്ക് കളറിൽ ലെഫ്റ്റ് സൈഡിലുള്ളത്. രണ്ട് മിററിന്റെ ഇടയിലുള്ള ഒരു സ്റ്റാൻഡിങ് വേവ് ഇന്റർഫിയറൻസ് പാറ്റേണിലാണ് നമ്മൾ ആറ്റംസിനെ ട്രാപ്പ് ചെയ്യുന്നത്. അത് പാൻകേക്ക് ആയിട്ട് ഓരോ നോഡിലും ആറ്റംസ് ഉണ്ടാവും. And we shine our laser and atom tell us it's a nice frequency or not. അപ്പോൾ ഇവിടെ നമ്മൾ എക്സൈറ്റേഷൻ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ആറ്റം ഒരു ഫോട്ടോൺ അബ്സോർബ് ചെയ്ത് എക്സൈറ്റ് ആവുക ചെയ്യുന്നത്. ഇൻ സ്ട്രോങ്ഷം ഇറ്റ്സ് ഗോയിങ് ഫ്രം എസ് ഓർബിറ്റൽ ടു എ ട്രിപ്ലറ്റ് പി ഓർബിറ്റൽ. അപ്പോൾ ഈ എക്സൈറ്റേഷൻ പ്രോബബിലിറ്റി ഗോസ് അപ്പ് വെൻ ദ ഫ്രീക്വൻസി ഇസ് റൈറ്റ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് 10⁻15 ഓസിലേഷൻസ് ഉണ്ട്. ഹേർട്സ് ആണ് ലേസറിന്റെ ഫ്രീക്വൻസി. പക്ഷേ ഈ എക്സൈറ്റേഷൻ ഓൺലി ഹാപ്പൻസ് ഫോർ ലൈക്ക് 1 hertz. അതിന്റെ പ്രോബബിലിറ്റി ഇസ് ഹൈ ഫോർ ലൈക്ക് എ വെരി സ്മോൾ റീജിയൻ ഓഫ് ദിസ് ഫ്രീക്വൻസി. 1 hertz in 10⁻15 hertz. അപ്പോൾ വി ഓൾറെഡി ഗോട്ട് അറ്റ് 15 orders of magnitude. അപ്പോൾ ഈ ലേസർ ഈ ഒരു പർട്ടിക്കുലർ റീജിയനിൽ 1 hertz എത്തിപ്പെട്ടാൽ മാത്രമേ ഈ ഫോട്ടോൺ ആറ്റം ഈ ഫോട്ടോൺ അബ്സോർബ് ചെയ്യുള്ളൂ. അബ്സോർബ് ചെയ്താൽ നമുക്കറിയാം ഇത് ഈ ഫ്രീക്വൻസിയിലാണെന്ന്. അപ്പൊ നമ്മുടെ സമയം കറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഒരു സിംപ്ലിഫൈഡ് ഒപ്റ്റിക്കൽ ക്ലോക്ക് സെറ്റപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, നമ്മൾ ഒരു n number 20,000 atoms യൂഷ്വലി ട്രാപ്പ് ചെയ്യും, കൂൾ ചെയ്യും. ഓൾമോസ്റ്റ് 100 nanokelvin temperature. Not a BEC. You don't need a BEC for a clock. It's just like individual atoms. സമയം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആറ്റത്തിന്റെ പ്രോപ്പർട്ടിയാണ്. ദർ ഈസ് നോ എൻഡാംഗിൾമെന്റ്, ദർ ഈസ് ഓൺലി സൂപ്പർപൊസിഷൻ. രണ്ട് ആറ്റംസിന്റെ കോറിലേഷൻ അല്ലെങ്കിൽ രണ്ട് ആറ്റം കൊളൈഡ് ചെയ്യുമ്പോൾ ഈ സമയം മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സമയം നമ്മൾ ഇൻഡിവിജ്വൽ ആറ്റംസ് വെച്ചാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു കാർട്ടൂൺ പിക്ചർ ഓഫ് എ പർട്ടിക്കുലർ ക്ലോക്ക് ആണ്, ബൗൾഡർ ജില്ല. അത് US ടൈം ആൻഡ് ഫ്രീക്വൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മൾ ഇൻഡിവിജ്വൽ ആറ്റത്തിനെ ലേസർ ബീമിന്റെ ഫോക്കസിൽ ട്രാപ്പ് ചെയ്യും, എന്നിട്ട് അതിനെ കൂൾ ചെയ്യും, അതിന് ഈ ലേസർ ഷൈൻ ചെയ്യും. ലേസറിന്റെ ഫ്രീക്വൻസി കറക്റ്റ് ആണെങ്കിൽ നമ്മൾ
okay, laser frequency correct ആണെങ്കിൽ we know that the time is correct. Yeah. പക്ഷെ ഇതിന്റെ ഒരു മെയിൻ ഇഷ്യൂ എന്താ വെച്ച് കഴിഞ്ഞാല് മൈക്രോവേവ് ഫ്രീക്വൻസീസ് കൗണ്ട് ചെയ്യാൻ പറ്റും. കാരണം ഇറ്റ്സ് ഓൺലി ഗിഗാഹെർട്സ് ഓസിലേഷൻസ്, 10⁹ ഓസിലേഷൻസ് പെർ സെക്കൻഡ്. ലേസറിലേക്ക് എത്തുമ്പോൾ ഇറ്റ്സ് 10⁻15 ഓസിലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ലൈക്ക് ഇറ്റ്സ് ഐ തിങ്ക് ബില്യൺ ടൈംസ് ഓസിലേറ്റ്സ് ഇൻ എ സെക്കൻഡ്. അത്രയും ടൈം ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഇത് കൗണ്ട് ചെയ്യണം. അതിനൊരു സ്പെഷ്യൽ എക്യുപ്മെന്റ് വേണം നമുക്ക്. ആ എക്യുപ്മെന്റ് മൈക്രോവേവ് ഫ്രീക്വൻസി, ഒപ്റ്റിക്കൽ ഫ്രീക്വൻസീസിന് മൈക്രോവേവ് ഫ്രീക്വൻസീസിലേക്കോ അല്ലെങ്കിൽ RF ഫ്രീക്വൻസിയിലേക്കോ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. RFലും മൈക്രോവേവിലുമാണ് നമ്മുടെ ഇലക്ട്രോണിക് സിസ്റ്റംസ്, GPS, കമ്പ്യൂട്ടേഴ്സ്, എവറിത്തിങ് വർക്ക്സ് ഇൻ RF ആൻഡ് മൈക്രോവേവ് റെജിം. അപ്പോൾ ഫ്രീക്വൻസീസ് ഒപ്റ്റിക്കൽ ആയിട്ട്, ലേസർ ഫ്രീക്വൻസീസ് ആയിട്ട് കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. വി നീഡ് ടു കൺവേർട്ട് അവർ ഫ്രീക്വൻസി. വി വിൽ കൺവേർട്ട് ഇറ്റ് യൂസിങ് എ പെർട്ടിക്കുലർ സിസ്റ്റം. ഇറ്റ്സ് കോൾഡ് ഒപ്റ്റിക്കൽ ഫ്രീക്വൻസി കോംസ്, ആൻഡ് ദെൻ വി കൻ മെഷർ ദ ടൈം. ഇപ്പൊ നമ്മുടെ വിൻഡോസ് കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിലോ ഒരു ടൈം സെർവർ ലിങ്ക് ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ചൂസ് where we get our time from, and usually we have a Windows server in a Windows PC. ഈ വിൻഡോസ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇന്റർവെല്ല് എല്ലാ അരമണിക്കൂർ കൂടുമ്പോഴോ 1 മണിക്കൂർ കൂടുമ്പോഴോ നമ്മുടെ കമ്പ്യൂട്ടറിലെ ലോക്കൽ ഓസിലേറ്ററിന് US-ലെ കുറെ ക്ലോക്സിന്റെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്, സാറ്റലൈറ്റിലും ഗ്രൗണ്ടിലും ഒക്കെ. ഈ ക്ലോക്സിന്റെ നെറ്റ്വർക്കിൽ ഒരു ആവറേജ് ടൈം ഉണ്ട്. എല്ലാ ക്ലോക്കിനും കൂടി ഒരു ടൈം കിട്ടും നമുക്ക്. അപ്പോൾ നമ്മുടെ പ്രിസിഷൻ കൂടും. കാരണം ഒരു ക്ലോക്കിനുള്ള ഒരു പർട്ടിക്കുലർ ഇഷ്യൂ, അല്ലെങ്കിൽ ഒരു ക്ലോക്ക് ഒരു പർട്ടിക്കുലർ ടൈമിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ ടൈം തെറ്റുന്നില്ല. കാരണം നമുക്കൊരു ആവറേജ് ഓഫ് ലൈക്ക് 100 ക്ലോക്സ് ഗീവ്സ് us the time. It converts the time to RF regime and gives it through internet to us. അപ്പൊ ഇന്റർനെറ്റ് ആണ് നമുക്ക് എല്ലാവർക്കും സമയം തരുന്നത്, തെറ്റാത്ത സമയം തരുന്നത്. സമയം ഇത്രയും നന്നായിട്ട് മെഷർ ചെയ്യാൻ പറ്റുമെങ്കിൽ സമയത്തിന് സ്പേസ് ആൻഡ് ടൈം ഗെറ്റ്സ് ലിങ്ക്ഡ്. നമ്മൾ റിലേറ്റിവിറ്റി തിയറിയിൽ പഠിക്കുന്നുണ്ട് there is space time curvature. Space time curvature എന്ന് പറയുമ്പോൾ if you have an astronomically massive object, we have a curvature of space time around it. Yeah? അപ്പോൾ സമയം ഇത്രയും നന്നായിട്ട് മെഷർ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ സമയത്തിന്റെ ഈ റിലേറ്റിവിസ്റ്റിക് എഫക്ട്സ്, ഗ്രാവിറ്റേഷണൽ എഫക്ട്സ് കാണാൻ തുടങ്ങണം. അപ്പൊ നമ്മൾ സമയത്തിന് ഒരുപാട് ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇറ്റ്സ് റിലേറ്റഡ് ടു സയൻസ് എക്സ്പെരിമെന്റ്സ്. ഇപ്പോൾ ഇറ്റ്സ് റിലേറ്റഡ് ടു ബേസിക് ടൈം കീപ്പിംഗ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. അതൊക്കെ അപ്ലിക്കേഷൻ ഓറിയന്റഡ് ആണെങ്കിൽ നമ്മൾ സമയം ഇത്രയും നന്നായിട്ട് മെഷർ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ബേസിക് ഫിസിക്സിലേക്ക് എത്തിപ്പെടുകയാണ്. ഓക്കെ, അപ്പൊ എനിക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ആണ് ഇവിടെ കാണിക്കാൻ 2022 ബെസ്റ്റ് റിസൾട്ട്. ഇപ്പോ ചിലപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, ഒരു അറ്റോമിക് ക്ലോക്ക് ഭൂമിയിലും ഒരു അറ്റോമിക് ക്ലോക്ക് ഒരു പ്ലെയിനിലും വെച്ചിട്ട് ഇത്ര ഡിസ്റ്റൻസ് ഡിഫറൻസിൽ അതിനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ദ ക്ലോക്ക് സ്റ്റിക്സ് അറ്റ് ഡിഫറെന്റ് ഫ്രീക്വൻസീസ്. ക്ലോക്ക് ഇസ് എ പീരിയോഡിക് tick of tick. So if you can count the periodic tick, you know the time, and time moves separately when you have like different velocities or different gravitational fields. So നമ്മൾ എർത്തിന്റെ ഏറ്റവും അടുത്താണെങ്കിൽ നമ്മളൊരു സ്പേസ് ടൈം കർവേച്ചർ ആണ് ഫീൽ ചെയ്യുക. And then when we are 10,000 kilometers away, like in the picture, like the space time curvature is slightly different, but time changes there. But this was proven with microwave clocks. So in 2022 we are at 1 millimeter distance. So when atoms are in like separated by 1 centimeter or a few millimeters, they start seeing the time ticking differently. So gravitational redshift is measured to 1 centimeter height difference. ഇപ്പൊ ഒരു ജിഫ് കൊടുത്തിട്ടുണ്ട്. അത് ഈ എക്സ്പെരിമെന്റിൽ അവർ സ്ട്രോങ്ഷ്യം ക്ലൗഡിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് പല പല ക്ലൗഡുകളാക്കി മാറ്റി അവിടെ ടൈം മെഷർ ചെയ്യാണ്. അതാണ് ജിഫിൽ കാണിക്കുന്നത്. ഇപ്പൊ ഈ റെഡ് 2 ബ്ലോബ്സ് ഇല്ലേ ഇവിടെ, ആ 2 ബ്ലോബ്സ് എന്ന് പറയുന്നത് ആറ്റംസ് ആണ്. ദേ ആർ ട്രാപ്ഡ് and they tell us the time. അപ്പൊ സെന്റിമീറ്റർ ഡിഫറൻസിലോ മില്ലിമീറ്റർ ഡിഫറൻസിലോ നമ്മൾ 2 അറ്റോമിക് ക്ലൗഡ് ഉണ്ടാക്കും ഒരേ എക്സ്പെരിമെന്റിൽ. എന്നിട്ട് ഒരേ ലേസർ വെച്ച് ഷൈൻ ചെയ്യും. ഒരേ രീതിയിൽ ഒരേ എൻവയോൺമെന്റിലാണ് അവരിയ്ക്കുന്നത്, പക്ഷെ സമയം വ്യത്യാസമായിരിക്കും. ആൻഡ് ഈ സമയത്തിന്റെ വ്യത്യാസം റിലേറ്റിവിറ്റി വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഡിഫറൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ വി നോ ദാറ്റ് ഇറ്റ്സ് ഗ്രാവിറ്റേഷണൽ ടൈം ഡയലേഷൻ.
that's the best 2022 result in time. And here they have 10 to the minus 21 precision, fractional uncertainty between these two clocks separated by 1 centimeter. So, അതിന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഒരു സെപ്പറേഷൻ ആണ്, ലൈക്ക് it's a zoom in picture of how these atoms are trapped and how they interact between them and between the layers of the clocks. So each layer ഒരു സെറ്റ് number of atoms ഉണ്ടാവും. അവർ ഒരു പെർട്ടിക്കുലർ ക്ലോക്ക് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അടുത്ത ലെയർ വേറെ ക്ലോക്ക് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അടുത്ത ലെയർ വേറെ ക്ലോക്ക് ആയിട്ടാണ് ആക്ട് ചെയ്യുക. And we sum over all of these clocks. പക്ഷെ ഹൈറ്റ് കൂടുന്തോറും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ മാറി മാറി വരും, സമയം മാറാൻ തുടങ്ങും. Okay, so time meets gravity. And okay, where is the industry now? കാരണം I think ഒരു ഇമ്പോർട്ടൻറ്റ് ടെക്നോളജിക്കൽ ആസ്പെക്റ്റും ഉണ്ട്, ഫണ്ടമെന്റൽ ഫിസിക്സ് ആസ്പെക്റ്റും ഉണ്ട്. സമയം നമുക്ക് ഏറ്റവും നന്നായിട്ട് മെഷർ ചെയ്യാൻ പറ്റുമ്പോൾ we start seeing interest in physics, we start seeing like testing foundations, testing quantum optics. പക്ഷെ നമുക്കൊരു അപ്ലിക്കേഷൻ പാർട്ടും ഉണ്ട്, ക്വാണ്ടം സെൻസിങ്. കാരണം നമ്മൾ പറഞ്ഞു സ്പേസ് ടൈം കർവേച്ചർ ചേഞ്ചസ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് മാറുമ്പോൾ സമയം മാറും. And we can use this for like mining or geological purposes. പിന്നെ നമുക്ക് ആറ്റംസിന് എത്രയും നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും, സൂപ്പർപൊസിഷൻ സ്റ്റേറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ എൻഡാംഗിൾ സ്റ്റേറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ദീസ് ആറ്റംസ് ആർ യൂസ് ഫോർ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആസ് ക്യൂബിറ്റ്സ്. അപ്പൊ അതിലെ 3 മെയിൻ സ്റ്റാർട്ടപ്സ് ആണ് ലെഫ്റ്റ് സൈഡിൽ. there are also big players like Google. And then in sensing, first device is an atom interferometer. So laser cooled rubidium atoms വെച്ചിട്ട് ഒരു ഇന്റർഫെറോമീറ്റർ ഉണ്ടാക്കും. കാരണം ടെമ്പറേച്ചർ കുറയുമ്പോൾ വെലോസിറ്റി കുറയും, വെലോസിറ്റി കുറയുമ്പോൾ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കൂടും. You get wave nature of atoms. They can interfere. You can make an interferometer and then study something. Next thing is a clock, like an industry clock from a company. So they started selling this 10 to the minus 15, 16 clocks. And then you have a technological development for laser systems. Okay. Okay. So test of relativity. അത് നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. സമയം is very closely linked to gravity. QED, quantum electrodynamics. QED helps us to calculate the energy spacing between atoms, like the frequency. So if you can measure the frequency to very high precision and accuracy, you can test the atomic structure theory that you are still using. Beyond standard model physics, fundamental constant changes, dark matters, they're all linked together. ഇത്രയും നന്നായിട്ട് ഒരു ക്വാണ്ടിറ്റിനെ മെഷർ ചെയ്യാൻ പറ്റുമ്പോൾ ഒരു ഡാർക്ക് മാറ്റർ ഫീൽഡ് ഈ അറ്റോമിക് ക്ലോക്ക് ഇരിക്കുന്ന ലാബിലൂടെ പോവുകയാണെങ്കിൽ എന്തുണ്ടാവും? സമയം മാറുമോ? Can you look for new particles beyond standard model? Standard model define ചെയ്യുന്ന particles അല്ലാണ്ട് വേറെ particles ഉണ്ടെങ്കിൽ do they interact with these atoms? കാരണം നമുക്ക് വളരെ സ്മോൾ നമ്പേഴ്സ് മെഷർ ചെയ്യാൻ പറ്റും. 10 to the minus 20 എത്തിക്കഴിഞ്ഞു. ഇറ്റ്സ് വെരി സ്മോൾ നമ്പർ. അപ്പോൾ ഈ ഇന്ററാക്ഷൻ നമുക്കറിയാം ഡാർക്ക് മാറ്റർ സെർച്ചസിൽ വി ആർ ലുക്കിംഗ് ഫോർ വെരി വീക്ക്ലി ഇന്ററാക്ടിങ് പാർട്ടിക്കിൾ. സമയം മാറുമോ? സമയം മാറുമെങ്കിൽ ഹൗ ക്യാൻ വി ലിങ്ക് ദിസ് ടു ഡാർക്ക് മാറ്റർ? സെൻസേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. കാരണം സമയം ഗ്രാവിറ്റേഷണൽ ഫീൽഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ സമയം, ടൈം ഇറ്റ് സെൽഫ് ഇസ് എ ഗുഡ് സെൻസർ ഫോർ മെനി തിങ്സ്. ഓക്കെ, സെൻസിങ്. Also there is astronomy, because it's also tightly linked to gravitational waves, atomic clocks, because gravity changes, time changes periodically. അപ്പോൾ ലിഗോ മാതിരി വലിയ ബേസ് ലൈൻ അറ്റോമിക് ക്ലോക്ക് പ്രോജക്ട്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് യൂറോപ്പിലും യുഎസിലും, where you put like hundreds of optical clocks in a straight line, try to measure gravitational waves. Yeah, I think that's it. Okay, that's Premjith, interesting. നൈസ് ടോക്ക്. ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സംഭവം എന്താ പറയാ ഇതിനും ലളിതമായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ചാറ്റിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത് കാണാമല്ലോ അല്ലേ? Okay.
എങ്ങനെയാണ് ഇമേജ് ചെയ്യുക ആറ്റംസിനെ? ആറ്റംസ് ഒരു പർട്ടിക്കുലർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുമല്ലോ. അപ്പൊ നമ്മളൊരു ഷാഡോ ഇമേജ് ആണ് ഉണ്ടാക്കുക. കാരണം ഞാനൊരു ഒബ്ജക്റ്റ് ആണ്, എനിക്ക് ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കൊരു ഷാഡോ ഉണ്ടാവും. ഞാനൊരു ആറ്റം ആണ്, എനിക്ക് ഫോട്ടോണിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനത് ഷൈൻ ചെയ്യുന്ന ഫോട്ടോൺ അബ്സോർബ് ചെയ്യും. അപ്പൊ എന്റെ ഷാഡോ ഉണ്ടാവും. അപ്പൊ ഷാഡോ വെച്ചിട്ടാണ് നമ്മൾ ആറ്റം ഉണ്ടോ ഇല്ലയോ, കറക്റ്റ് ഫ്രീക്വൻസിയിലാണോ നിൽക്കുന്നത്, എത്ര ആറ്റംസ് ഉണ്ട് എന്നൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നത്. യെസ്, നമ്മൾ ഒരു റേഡിയേഷൻ ഷൈൻ ചെയ്ത് അത് അബ്സോർപ്ഷൻ എമിഷൻ ഉണ്ടെങ്കിൽ മൊമെന്റം ട്രാൻസ്ഫർ ഉണ്ട്. പക്ഷെ അത് ഇറ്റ്സ് എ ക്വാണ്ടം സ്റ്റേറ്റ്. അപ്പൊ ക്വാണ്ടം സ്റ്റേറ്റ് ആവുമ്പോൾ അതിന്റെ മെയിൻ ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സ്റ്റേറ്റിന്റെ മെഷർ ചെയ്യുമ്പോൾ ഇറ്റ് കൊളാപ്സസ്. അപ്പൊ മൊമെന്റം ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ് കൊളാപ്സ് ചെയ്യും. അപ്പോൾ നമ്മള് ഇറ്റ്സ് എ പൾസ്ഡ് എക്സ്പെരിമെന്റ്. ടൈം മെഷർ ചെയ്യും, മെഷർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ക്വാണ്ടം സ്റ്റേറ്റിനെ കൊണ്ട് ഒരു ഉപയോഗമില്ല. അപ്പൊ ത്രോ ചെയ്യും, വി സ്റ്റാർട്ട് ദ എക്സ്പെരിമെന്റ് അഗെയിൻ. എനിക്ക് സംശയമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് ലൈഗോ പോലത്തെ ഒരു വലിയ സെറ്റപ്പ്, ലൈഗോ കറന്റ് എക്സിസ്റ്റിംഗ് ലൈഗോ 4 കിലോമീറ്റർ ഹ്യൂജ് എഞ്ചിനീയറിംഗ് മാർവൽ എന്നൊക്കെ പറയുന്നതിന് പകരം നമുക്കൊരു ടേബിൾ ടോപ്പ് സെറ്റപ്പിലേക്ക് മൊത്തം ഗ്രാവിറ്റേഷണൽ വേവ് സെൻസിങ്ങിനെ കൊണ്ടുവരാൻ പറ്റും ഈ ഒരു ക്വാണ്ടം ഒപ്റ്റിക്കൽ ക്ലോക്ക് വൈസ്. അത് ഗ്രാവിറ്റേഷണൽ വേവ് സെൻസിങ്ങിനെ ടേബിൾ ടോപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഗ്രാവിറ്റേഷണൽ വേവിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ വി നീഡ് ടു മെഷർ ഫോർ എ വെരി ലോങ് ഡിസ്റ്റൻസ് ടു, ബിക്കോസ് ഇതൊരു സൈൻ വേവ് ആണ് ശരിക്കും, അല്ലെ? സൈൻ വേവിന് നമുക്ക് ഒരു മിനിമം നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ സൈൻ വേവിന്റെ ഫ്രീക്വൻസി എന്താന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു സെറ്റ് ഓഫ് അറ്റോമിക് ക്ലോക്സിനെ പല സ്ഥലങ്ങളിൽ വെച്ചാൽ മാത്രമേ, എന്നിട്ട് അതിന്റെ സമയം ഒരു സൈൻ വേവ് മാറ്ററിൽ മാറുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രാവിറ്റേഷണൽ വേവ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ലെങ്ത് സ്കെയിലില് ലിഗോ ഇപ്പോൾ മെഷർ ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്ന് പറയുന്നത് കിലോ ഹെർട്സ് റെജീമിലാണ്, ലൈക്ക് 100 ഹെർട്സ് ടു 1 കിലോ ഹെർട്സ്. അത് നമ്മുടെ ഭൂമിയിലെ അക്വസ്റ്റിക് നോയ്സിനെ ലിമിറ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ സെയിം അക്വസ്റ്റിക് നോയ്സിന്റെ സെൻസിറ്റിവിറ്റി ടു ക്ലോക്സ് അത്ര സെയിം അല്ല. നമുക്ക് വി ക്യാൻ ലുക്ക് ഫോർ ഹയർ ഫ്രീക്വൻസി ഓർ ലോവർ ഫ്രീക്വൻസി ഗ്രാവിറ്റേഷണൽ വേവ്സ്. It's more favorable to look for lower frequency because of the precision. പക്ഷെ നമുക്ക് എല്ലാ രാജ്യങ്ങളിലും ഒരു അറ്റോമിക് ക്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈം മെഷറിംഗ് സിസ്റ്റം ഓൾറെഡി ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ പ്രിസിഷൻ ഓവറോൾ എല്ലാ രാജ്യത്തിന്റെയും ടൈം ആൻഡ് ഫ്രീക്വൻസി ഡിപ്പാർട്ട്മെന്റ്സിന്റെ പ്രിസിഷൻ ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ we will automatically have gravitational wave detectors in the future all over the globe. Okay. Any more questions? ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചോട്ടെ, കേൾക്കുന്നുണ്ടോ? Yes. ഇപ്പോ ഈ ക്ലോക്കില് അറ്റോമിക് ക്ലോക്കിൽ ഒരു ഫീൽഡ് ലൂപ്പ് ഉണ്ടല്ലോ. അപ്പോ ആ ക്യാവിറ്റി റെസ്റ്റ് ആണോ ലൈറ്റ് അബ്സോർഷനിലൂടെയാണ് ആ ഒരു ലൈറ്റ് അബ്സോർഷൻ ഒരിക്കലും ഈ മെഷർമെന്റിനെ ബാധിക്കും? എനിക്ക് ക്ലിയർ ആയില്ല കേട്ടോ ക്വസ്റ്റ്യൻ, വോയിസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ചോദ്യം ഒന്നുകൂടെ ചോദിക്കാമോ? എനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. കേൾക്കുന്നുണ്ടായിരുന്നു? കേൾക്കാം. ചോദിച്ചോളൂ. ആ സ്പോണ്ടേനിയസ് എമിഷന് ഉള്ള ടൈം ഡിലേ ഈ ടൈം മെഷർമെന്റിനെ ബാധിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഒരു ഉദ്ദേശിക്കുന്നത് ഒരു ആറ്റം ഒരു ഫോട്ടോൺ അബ്സോർബ് ചെയ്ത് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ അത് സ്പോണ്ടേനിയസ് ആയിട്ട് എമിറ്റ് ചെയ്യാനുള്ള സമയം ഈ ക്ലോക്കിനെ ബാധിക്കും എന്നുള്ളതാണോ ചോദ്യം? ഹലോ, എനിക്ക് തോന്നുന്നത് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് അവിടെ. ഓക്കെ. ക്വസ്റ്റ്യൻ ചാറ്റിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും.
ഈ ചോദ്യം ഒന്ന് ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ചോദ്യത്തിൽ എന്തോ അവ്യക്തത ഉണ്ടെന്ന് തോന്നുന്നു പ്രേംജിത്തിന്റെ. ഇനി വേറെ ചോദ്യങ്ങൾ വല്ലതും ഉണ്ടോ ഇതിനകത്ത്? ഒരു ചോദ്യം കൊണ്ട് ചോദിക്കുന്നത്, ഇന്ത്യയിലത്തെ ടൈം കീപ്പിംഗ് എവിടെയാണ്? ക്ലോക്ക് ഡൽഹിയിലാണ്, എവിടെയാണ്? ഡൽഹിയിലാണ്, നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിലാണ് ഡൽഹിയിൽ. ഇത് ആറ്റമിക് ക്ലോക്ക് ആണോ? അതെ, നമ്മള് എനിക്ക് തോന്നുന്നു കൊമേഴ്ഷ്യൽ സീഷ്യം ക്ലോക്സ് നമുക്കിപ്പോ പണ്ട് HP ആയിരുന്നു, ഇപ്പൊ മൈക്രോസെമി എന്ന് പറയുന്ന കമ്പനി നമുക്ക് വിൽക്കുന്നുണ്ട്. നമുക്ക് കൊമേഴ്ഷ്യൽ സീഷ്യം ക്ലോക്സ് ഉണ്ട്. പിന്നെ അവിടെ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്, ഇറ്റർബിയം അയൺ ക്ലോക്കും സ്ട്രോങ്ഷ്യം ലാറ്റിസ് ക്ലോക്കും. ഇറ്റർബിയം അയൺ അവർ കൺസ്ട്രക്ഷൻ തുടങ്ങി, ഒപ്റ്റിക്കൽ ക്ലോക്സ് അവർ കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. NPL നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, കേൾക്കണ്ടോ? കേൾക്കണ്ട്. എന്റെ ചോദ്യം ഇതാണ്, ഇപ്പോൾ നമ്മൾ പ്രിസിഷൻ ടൈമിംഗ് ഒക്കെ വളരെ പ്രിസൈസ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ തന്നെ നമുക്കിത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ, ഈ ടെക്നോളജി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പറ്റിയ ഇൻസ്ട്രുമെന്റ്സ് വേണ്ടേ? അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ടെക്നോളജി നമുക്കുണ്ടോ? ഒരു ഹ്യൂമൻ ലൈഫ് ഇമ്പാക്ട് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ലെവലില് ഉണ്ടാവാൻ പോണത് GPS പ്രിസിഷൻ ഇംപ്രൂവ്മെന്റ് ആണ്. കാരണം അറ്റോമിക് ക്ലോക്സിന്റെ നെറ്റ്വർക്ക് വെച്ചിട്ടാണ് GPS നെറ്റ്വർക്ക്സ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഗൂഗിൾ മാപ്സോ അല്ലെങ്കിൽ ആപ്പിൾ മാപ്സോ നമ്മൾ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരു ഹ്യൂമൻ സോഷ്യൽ ലെവൽ ഇമ്പാക്ട് ഫസ്റ്റ് ഫാക്ടർ GPS ഇംപ്രൂവ്മെന്റ് ആണ്. ശരിക്കും GPS പ്രിസിഷൻ ഇംപ്രൂവ് ചെയ്ത് വരും. അപ്പോൾ അതിന്റെ ഒരു ഫേസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു 2005 മുതൽ 2022 വരെ നമ്മുടെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഷെയറിംഗ് ഒക്കെ എത്ര പ്രിസൈസ് ആയി വരുന്നു എന്നുള്ളത്. ഹ്യൂമൻ പെർസ്പെക്റ്റീവിൽ അതായിരിക്കും ഫസ്റ്റ് ഇമ്പാക്ട്. അല്ലാതെ ഒരു ഹ്യൂമൻ ഇമ്പാക്ട് എന്ന് പറയുന്നത് GPS ഗൈഡഡ് മിസൈൽസിലാണ്. ഇപ്പൊ നമ്മൾ ഉക്രൈനിലൊക്കെ ഞാൻ രാവിലെ ന്യൂസ് വായിച്ചപ്പോൾ ഹൈമാസ് മിസൈൽസിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോ GPS ഗൈഡഡ് മിസൈൽസ് ആണ് ആർട്ടിലറിയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അവരുടെ പ്രിസിഷൻ ഇംപ്രൂവ് ചെയ്യാൻ കാരണം ഈ ഒരു ഏരിയന്റെ മേലെ ഒരു ജയന്റ് സാറ്റലൈറ്റ് നെറ്റ്വർക്കും, ഈ സാറ്റലൈറ്റിൽ ഒരു അറ്റോമിക് ക്ലോക്കും, ഈ അറ്റോമിക് ക്ലോക്ക് വെച്ചിട്ടാണ് നമ്മൾ പൊസിഷൻ മെഷർ ചെയ്യുന്നതും അതിന്റെ പ്രിസിഷൻ ഇംപ്രൂവ് ചെയ്യുന്നതും. അപ്പോ ഇതാണ് മെയിൻ ആയിട്ട് ഹ്യൂമൻ സ്കെയിലിൽ വരാൻ പോകുന്ന ഇംപ്രൂവ്മെന്റ്. സയൻസിൽ ടു ബേസിക് ഫിസിക്സ്, ഇപ്പൊ ഈ ഇവന്റ് ഹൊറൈസൺ ടെലിസ്കോപ്പ് അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ ഇമേജിങ്, അതൊരു ഇപ്പൊ ഈ ലാസ്റ്റ് സ്ലൈഡിൽ കാണാനുണ്ട് പിക്ചർ. അതൊരു ഒരു സെറ്റ് ഓഫ് ടെലിസ്കോപ്സിന്റെ ഡാറ്റ എല്ലാം കൂടി മേർജ് ചെയ്ത് പ്രോസസ് ചെയ്താണ്. അപ്പൊ ഈ മേർജിങ്ങിന് ടൈമിംഗ് വേണം, ഈ ഡാറ്റ വരുന്ന ടൈം റെക്കോർഡിങ് വേണം. അപ്പൊ ഇതൊരു അറ്റോമിക് ക്ലോക്ക് വെച്ചിട്ട്, അറ്റോമിക് ക്ലോക്ക് നെറ്റ്വർക്ക് വെച്ചിട്ട് സിങ്ക്രണൈസ് ചെയ്ത് GPS ടൈം വെച്ച് സിങ്ക്രണൈസ് ചെയ്തിട്ടാണ് ഈ ഡാറ്റ എടുക്കുന്നത്. അപ്പൊ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും ഈ ഡാറ്റ പോയിന്റ് ഇന്ന ടൈമിലും മറ്റേ ഡാറ്റ പോയിന്റ് വേറെ ടൈമിലുമാണ് വന്നതെന്ന്. അങ്ങനെ അതാണ് മെയിൻ 2 അഡ്വാൻറ്റേജസ് വരുന്നത്. അല്ലാണ്ട് നമ്മൾ ഒരു ഹ്യൂമൻ പെർസ്പെക്റ്റീവില് സ്മാർട്ട് ഫോണിലേക്ക് ഇത്രയും പ്രിസൈസ് ടൈമിംഗ് വരും അതൊന്നുമല്ല ശരിക്ക്. അത് കാരണം നമ്മൾ ആ ഒരു സാച്ചുറേഷനിൽ എത്തിക്കഴിഞ്ഞു ഓൾറെഡി. നമ്മുടെ സമയം അല്ലെങ്കിൽ മൊബൈലിലെ സമയം ഏറ്റവും നന്നായിട്ട് നമ്മുടെ റെലവൻസ് ടൈം സ്കെയിലിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. എനിക്ക് ചെറിയൊരു ചോദ്യമല്ല, ഒരു ഒരു നിരീക്ഷണമാണ്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ക്ലാസിക്കൽ ഫിസിക്സിനകത്ത് ഇപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുന്നത് മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. നമ്മളൊരു സിസ്റ്റം പഠിച്ചിട്ടുണ്ട്, KS സിസ്റ്റം എന്നൊക്കെ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് പഠിച്ചിട്ടുണ്ട്. അതെ, അപ്പൊ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്നുള്ള സിസ്റ്റത്തിനകത്ത് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു ചോദ്യം എന്താ വെച്ചാൽ, ഇതിൽ മീറ്ററും കിലോഗ്രാമും നമുക്ക് ഈസിലി ക്വാണ്ടിഫൈ ചെയ്യാവുന്നൊരു
ഒരു 2 ഫാക്ടേഴ്സ് ആണ്. പക്ഷേ സമയം എന്നത് പലപ്പോഴും അത്തരത്തിൽ ക്വാണ്ടിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ സമയം എന്നുള്ളത് ഒരു റിലേറ്റീവ് ക്വാണ്ടിറ്റി ആണെന്നുള്ളതാണ് നമ്മൾ ഈവൻ ഐൻസ്റ്റൈൻ്റെ ഫിസിക്സ് വരെ പറയുന്നത്. അപ്പൊ ഫിസിക്സിന്റെ ലോകത്ത് ഈ മീറ്ററും കിലോഗ്രാമും ഓക്കെ, അത് കൂടാതെ ഇങ്ങനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റാത്ത കേവലം റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ ഒട്ടനവധി ഫോർമുലാസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ അതൊക്കെ വളരെ കൃത്യമായി ഫലിക്കുന്നുണ്ട്. SC=UT+half-AT² എന്നുള്ള പോലെ തന്നെയുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒട്ടനവധി ഫോർമുലകളിലൂടെ നമ്മൾ കിടക്കുമ്പോഴൊക്കെ ടി എന്നുള്ളത് ആവർത്തിച്ച് വരുന്നതാണ്. അപ്പം ഇത് എന്തുകൊണ്ടാണ് ഈ സമയം എന്നുള്ളത് ഈ മറ്റ് രണ്ട് ക്വാണ്ടിറ്റീസിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നമ്മൾ ഫിസിക്സിനകത്ത്? ഇപ്പം മീറ്ററും കിലോഗ്രാമിൽ നിന്നും സമയം എന്നത് ഏതെങ്കിലും തരത്തിൽ വ്യത്യസ്തമാണോ? എനിക്ക് തോന്നുന്നു സമയമാണ്. ഇതൊരു കൈൻഡ് ഓഫ് ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നത്. പക്ഷെ എന്നാലും എൻ്റെ ഒരു ബേസിക് ഫീലിംഗ് എന്ന് പറയുന്നത് സമയമാണ് കുറച്ചും കൂടി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ നമുക്കറിയാം സ്പീഡ് ഓഫ് ലൈറ്റ് കോൺസ്റ്റന്റ് ആണെന്ന്. ഇപ്പൊ സ്പീഡ് ഓഫ് ലൈറ്റ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് സമയം വ്യക്തമായി മെഷർ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് പറയാൻ പറ്റും. പ്രകാശം എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റും. അല്ലെങ്കിൽ മാസ് കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ടോപ്പിക് ആണ്. പക്ഷെ സമയമാണ് ഒരു ബേസിക് ക്വാണ്ടിറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് പെർസീവ് ചെയ്യാൻ, കാരണം മാസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പണ്ട് പാരീസിൽ ഒരു ബ്ലോക്ക് ഓഫ് മെറ്റലില് അത് 1 കിലോ ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ 1 കിലോഗ്രാം തുടക്കത്തിൽ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ശരിക്കും അറ്റോമിക് മാസ് വെച്ചിട്ട് കാലിബ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സിലിക്കന്റെ മാസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് 1 കിലോഗ്രാം എത്രയാണ്, ഇത്ര സിലിക്കൺ ആറ്റംസ് ആണ് 1 കിലോഗ്രാം എന്നൊക്കെയാണ് പറയുന്നത് ന്യൂ SI സ്റ്റാൻഡേർഡ്സ്. ലെങ്ത്തും അങ്ങനെ തന്നെയാണ്. പക്ഷെ ലെങ്ത് ആൻഡ് ടൈം ഇസ് വെരി ഇന്റർലിങ്ക്ഡ്. ഇതിപ്പം ഈ സമയ അനുഭവം എന്നത് ഇപ്പം ഔട്ടർ സ്പേസിൽ സോളാർ സിസ്റ്റത്തിന്റെ ഒക്കെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ സമയ അനുഭവം എന്നത് എന്തായിരിക്കും? ഇപ്പൊ നമുക്ക് ഇവിടെ നിന്നുള്ളത് സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുന്നതിനെ കൊണ്ടാണ് നമുക്ക് സമയം അറിയുന്നത്. എനിക്ക് അതൊരു ഇൻഡസ്ട്രിയലർ ഒക്കെ കാണുമ്പോൾ ഒരു ഫീലിംഗ് ആണ് ശരിക്കും. കാരണം സ്പേസ് ടൈം കർവേച്ചർ അല്ലെങ്കിൽ ഗ്രാവിറ്റി സ്ട്രോങ്ങർ ആവുമ്പോൾ ക്ലോക്ക് സ്റ്റാർട്ട്സ് ടിക്കിംഗ് ഡിഫറെന്റ്ലി. അത് ശരിക്കും ഈവൻ അറ്റോമിക് ക്ലോക്സിനും അതേ ഇഷ്യൂ തന്നെയാണ് ഉള്ളത്. കാരണം ഫ്രീക്വൻസി ചേഞ്ചസ്. അപ്പൊ നമ്മൾ മെഷർ ചെയ്യുന്ന ഫ്രീക്വൻസിന്റെ ഓസിലേഷൻ മാറും, സമയം മാറും. പക്ഷെ എനിക്കറിയില്ല, അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയാൻ പറ്റും. അത് ഫ്രീക്വൻസി ശരിക്കും മാറുന്നുണ്ടോ? അങ്ങനെ ഫ്രീക്വൻസി മാറുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് ഫ്രീക്വൻസി ശരിക്കും മാറുന്നുണ്ട്. അതിനിപ്പോ സ്പേസിലേക്കൊന്നും പോകണ്ട. ഇപ്പോഴത്തെ ഒരു പ്രിസിഷൻ വെച്ചിട്ട് നമുക്ക് ഭൂമിയിൽ തന്നെ ഒരു എക്സ്പെരിമെന്റിൽ മില്ലിമീറ്റർ സെപ്പറേഷനിൽ 2 അറ്റോമിക് ക്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി മാറും. എർത്തിന്റെ ഗ്രാവിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട് ഈ മില്ലിമീറ്ററിൽ. കാരണം നമ്മൾ എർത്തിനോട് ദൂരത്തോട്ട് പോകുന്നതോറും ഗ്രാവിറ്റേഷണൽ ഫീൽഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്, സ്പേസ് ടൈം കർവേച്ചറും. അപ്പൊ തന്നെ ക്ലോക്കുകൾ മാറി മാറി ടിക്ക് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അത് വേറെ ചോദ്യങ്ങളുണ്ട്. അർജുൻ ഒന്ന് ചോദിക്കാവുന്ന? അത് എനിക്ക് തോന്നുന്നു ചാറ്റ് ബോക്സിൽ വേറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ചാറ്റിലുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജയൻ ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ഫ്രീക്വൻസി ഓഫ് ടൈം ഈസ് എഫക്റ്റഡ് ഇഫ് സെയിം മെറ്റൽ ലൈക്ക് സീഷ്യം ഈസ് യൂസ്ഡ്? വാട്ട് ഈസ് ദി ഇമ്പാക്ട് ഓഫ് ഗ്രാവിറ്റി? സോ ഈ അറ്റോമിക് ക്ലോക്സിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എനിക്ക് മനസ്സിലായിടത്തോളം വേറൊരു മെറ്റൽ ഉപയോഗിച്ച ഫ്രീക്വൻസി ഓഫ് ടൈം മാറുമെന്നാണ് ഉദ്ദേശിച്ചെന്നാണ് തോന്നുന്നത്. ഇപ്പൊ നമ്മൾ സീഷ്യം ഉപയോഗിച്ചാലും ഇപ്പൊ ഒരേ ക്വാളിറ്റി ഉള്ള ഓസിലേറ്റർ, ആറ്റം എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഓസിലേറ്റർ ആണ്. അപ്പൊ സ്ട്രോങ്ഷ്യത്തിന്റെ അതേ ക്വാളിറ്റി ഉള്ള ഒരു ഓസിലേറ്റർ ആണ് ഇറ്റർബിയം. അപ്പൊ ഈ രണ്ട് ആറ്റത്തിന്റെയും ആറ്റംസ്, ഡിഫറെന്റ് ആറ്റംസ് വെച്ച് സമയം മെഷർ ചെയ്തിട്ട് അതിന് കമ്പയർ ചെയ്യാണ്. മെഷർ ചെയ്ത സമയത്തിന്റെ പ്രിസിഷനും ആക്യുറസിയും അത് ഏകദേശം ഒന്ന് തന്നെയാണ്. 1 സെക്കൻഡ് സ്ട്രോങ്ഷ്യം വെച്ച് മെഷർ ചെയ്താലും സീഷ്യം വെച്ച് മെഷർ ചെയ്താലും ഏകദേശം ഒന്ന് തന്നെയാണ്.
with all the corrections. We need to correct for the atom. പക്ഷെ സമയം മാറുന്നില്ല ഏത് ആറ്റം വെച്ച് മെഷർ ചെയ്താലും. അത് ഇതിന്റെ ഒരു ജനറലൈസ്ഡ് മെഷർമെന്റ് അഡ്വാൻറ്റേജ് കാണിക്കുകയാണ്. കാരണം ക്വാളിറ്റി ഉള്ള ഈ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ഉള്ള ഏത് ആറ്റം വെച്ച് മെഷർ ചെയ്താലും മെഷർ ചെയ്യുന്ന സമയം ഒന്നായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്. സ്ട്രോങ്ഷ്യം വെച്ചിട്ടും സീഷ്യം വെച്ചിട്ടും ഇറ്റർബിയം വെച്ചിട്ടൊക്കെ സമയം മെഷർ ചെയ്ത് അതിനെ കമ്പയർ ചെയ്ത് അത് മാറുന്നുണ്ടോന്ന് ചെക്ക് ചെയ്യുന്ന ഇതൊരു ഡാർക്ക് മാറ്റർ ഡിറ്റക്ഷൻ മെത്തേഡ് കൂടിയാണ്. കാരണം ഓരോ ആറ്റംസിനും ഡിഫറെന്റ് സെൻസിറ്റിവിറ്റി ടു ഡാർക്ക് മാറ്റർ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ കോൺസ്റ്റന്റ് ചേഞ്ചസ് ആണുള്ളത്. അപ്പോൾ ഇഫ് യു ഹാവ് ഡിഫറെന്റ് ക്ലോക്സ് ദേ മൈറ്റ് ടിക്ക് ഡിഫറെന്റ്ലി വെൻ യു ഹാവ് എ ഡാർക്ക് മാറ്റർ സിഗ്നൽ. ചോദ്യം സൂരജിന്റെ ആണ്. Suraj has clarified his question. Maybe you can take that also. Question was still explain to you, Arjun. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ ഒപ്റ്റിക്കൽ ക്ലോക്കില് നമ്മൾ സ്റ്റെബിലൈസ് എന്ന് വെച്ചാൽ ഒരു റെഫറൻസ് കാവിറ്റി വെച്ച് സ്റ്റെബിലൈസ് ചെയ്യുന്നു പറഞ്ഞു. ആ റെഫറൻസ് കാവിറ്റിയിൽ ഉണ്ടാകുന്ന സ്പോണ്ടേനിയസ് എമിഷൻ ഒരു ടൈം ഡിലേ കഴിഞ്ഞിട്ടല്ലേ ഉണ്ടാവുക. ആ ടൈം ഡിലേ അറ്റോമിക് ക്ലോക്കിന്റെ ടൈം പ്രൊസീഷനെ ബാധിക്കുന്നുണ്ടെന്ന് ചോദിച്ചു. ഓക്കെ, റെഫറൻസ് കാവിറ്റിയിൽ ടു ലൈക്ക് എ റീസണബിൾ എമൗണ്ട് അബ്സോർപ്ഷൻ ഇല്ല. കാരണം റെസൊണന്റ് കാവിറ്റി പറഞ്ഞാൽ രണ്ട് മിറേഴ്സ് ആണ്, അപ്പൊ റിഫ്ലക്ട് ചെയ്യാണ്. ദർ ഇസ് എ വെരി സ്മോൾ പോസിബിലിറ്റി ഓഫ് അബ്സോർബിങ് ഇൻ റെസൊണന്റ് കാവിറ്റി. പക്ഷെ മെയിൻ ഇഷ്യൂ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റെഫറൻസ് കാവിറ്റിന്റെ ലെങ്ത് ഫ്ലക്ച്വേഷൻസ് ആണ്. ഇൻ ലൈക്ക് നാനോമീറ്റർ സ്കെയിൽ ഒരു 25 സെന്റിമീറ്റർ വലിപ്പമുള്ള ഒരു കാവിറ്റി ഒരു 10 നാനോമീറ്റർ ടു 5 നാനോമീറ്റർ ആണ് ഇപ്പോഴത്തെ ഒരു സ്റ്റെബിലിറ്റി റെജിം. അതിലൂടെ പുറത്തോട്ട് ലൈക്ക് എക്സ്പാൻഡ് ചെയ്യുക, കോൺട്രാക്ട് ചെയ്യുക, ലെങ്ത് മാറും, ലെങ്ത് മാറുമ്പോൾ ഫ്രീക്വൻസി മാറും. അതാണ് ഇവിടുത്തെ മെയിൻ ഇഷ്യൂ. പക്ഷെ പുതിയ ഒരു ലൈക്ക് ഈ ഫീൽഡ് എന്ന് പറയുന്നത് വളരെ റാപ്പിഡ്ലി ഡെവലപ്പിംഗ് ആണ്. കാരണം സമയം എത്രയോ നന്നായിട്ട് മെഷർ ചെയ്യാൻ പറ്റും അത്രയോ നന്നായിട്ട് മെഷർ ചെയ്യാനാണ് ആൾക്കാർ ശ്രമിക്കുന്നത്. ഈ ഒരു ഹോൾ ഐഡിയ ഓഫ് അറ്റോമിക് ക്ലോക്സ് തന്നെ മാറ്റി സൂപ്പർ റേഡിയൻ ക്ലോക്സ് എന്ന് പറയുന്ന ഒരു മെത്തേഡിലേക്ക് എത്താൻ പോവാണ്. അപ്പൊ എനിക്ക് വ്യക്തമായി ഉത്തരം പറയാൻ പറ്റുമോ അറിയില്ല. കാരണം സ്പോണ്ടേനിയസ് എമിഷൻ കാവിറ്റിയിൽ ഉണ്ടാവുന്നില്ല, റെഫറൻസ് കാവിറ്റിയിൽ. സമയമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എന്തെങ്കിലും ചോദ്യം അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം സെഷൻ. Okay. So I think there are no other questions. മറ്റു ചോദ്യങ്ങളില്ല എന്നാണ് തോന്നുന്നത്. അപ്പം സമയം എന്നുള്ളത് വലിയൊരു ഒരു പ്രഹേളികയാണ്, നമുക്ക് അറിയാൻ പറ്റാത്തൊരു ഒരു കാര്യമാണ് ഫിസിക്സിനകത്ത്. അപ്പൊ അതിന്റെ നാനോ അവസ്ഥയിൽ ഉള്ള കാര്യങ്ങളെ കുറിച്ച് വളരെ ഭംഗിയായി വിശദീകരിച്ച പ്രേംജിത്തിനും അത് മോഡറേറ്റ് ചെയ്ത അർജുനും വളരെ വളരെ നന്ദി. അപ്പൊ ഇതിനകത്തുള്ള എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരാഴ്ചയിൽ 2 അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഞായറാഴ്ചകളിൽ ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ കൂടാറുണ്ട്. അടുത്ത മീറ്റിങ്ങിനകത്തേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അതോടുകൂടെ ഇന്ന് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ ഓക്കെ, താങ്ക് യു Arjun, Premjith, thank you so much.